Good morning. Good morning, ma'am. Good morning, ma'am. Okay, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹോസ്പിറ്റൽ പ്ലാനിംഗ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തു. ഇൻട്രൊഡക്ഷനും അതുപോലെ തന്നെ പ്രിൻസിപ്പിൾസ് അല്ലേ പഠിച്ചുകൊണ്ടിരിക്കുന്നേ. പേഷ്യന്റ് കെയർ ഓഫ് ഹൈ ക്വാളിറ്റി പറഞ്ഞു. എഫക്റ്റീവ് കമ്മ്യൂണിറ്റി ഓറിയന്റേഷനും കംപ്ലീറ്റ് ആയില്ലേ? Yes, ma'am. ഓക്കെ. എക്കണോമിക് വയബിലിറ്റി സ്റ്റാർട്ട് ചെയ്യണം അല്ലെ? അവിടെ വായിച്ചിരുന്നോ? വായിച്ചു നോക്കിയിരുന്നോ? ക്ലിയർ ആണോ? വായിച്ചു. ഓക്കെ, ശരി. അപ്പൊ നമ്മുടെ 6th മോഡ്യൂൾസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ എല്ലാ ചാപ്റ്റേഴ്സും കുറച്ച് ലെങ്തി ചാപ്റ്റേഴ്സ് ആണ് അല്ലെ? പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കുറച്ച് നമ്മൾ അധികം ഫോളോ ചെയ്യാത്ത കുറച്ച് ടോപ്പിക്കുകളാണ് കവർ ചെയ്തു പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് ഭാഗങ്ങൾ എടുക്കുന്നുള്ളൂ. ആ എടുക്കുന്ന ഭാഗങ്ങൾ അന്നന്ന് അല്ലെങ്കിൽ നിങ്ങൾക്ക് സമയം കിട്ടുന്ന പോലെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കണം കേട്ടോ. അല്ലെങ്കിൽ ലാസ്റ്റത്തേക്ക് വെച്ചാൽ വലിയ ചാപ്റ്റേഴ്സ് ആണ്, കവർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്ന് വായിച്ചാൽ അന്ന് നിങ്ങൾക്ക് ഒന്ന് ഇത് ഫെമിലിയർ ആക്കി വെച്ച് കഴിഞ്ഞാല് വലിയ കുഴപ്പമുണ്ടാവില്ല കേട്ടോ. 6th മോഡ്യൂൾ പൊതുവെ ഒരു ഇച്ചിരി പഠിപ്പിക്കാൻ പറയുന്നല്ലേ. 6th മോഡ്യൂൾ ഒരു പൊതുവെ ഇച്ചിരി ലെങ്തി ചാപ്റ്ററുകളാണ്. നിങ്ങൾക്ക് ഒരുപാട് ഫോളോ ചെയ്ത് പോകാനായിട്ട് മുൻപുള്ള ചാപ്റ്റേഴ്സിനെ പോലെ ഫോളോ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അത് ഒന്ന് ബാലൻസ് ചെയ്യണമെങ്കിൽ ഇത്ര മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. എടുക്കുന്ന പോർഷൻസ്, എടുത്ത് കഴിയുന്ന പോർഷൻസ് ഓരോ ടീച്ചേഴ്സിനെയും ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുക, അതൊന്ന് റിവിഷൻ ചെയ്ത് വെക്കുക അല്ലെ. അതൊന്ന് ആ ഒരു ഭാഗമൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക. അപ്പൊ പിന്നെ എപ്പോഴാണെങ്കിലും എടുക്കുമ്പോഴും നിങ്ങൾക്ക് അതിന്റെ കുറച്ച് കാര്യങ്ങളെങ്കിലും ഒരു ഓർമ്മയിലുണ്ടാവും കേട്ടോ. പിന്നെ സമയം കിട്ടുന്നത് പോലെ ഒന്ന് റിവൈസ് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ അല്ലാതെ ലാസ്റ്റത്തേക്ക് വെക്കുകയാണെങ്കിൽ അത് വലിയ ചാപ്റ്റേഴ്സ് ആണ്. അപ്പൊ ഫോളോ ചെയ്യാൻ ഒരുപാട് സമയം നിങ്ങൾ അത് കവർ ചെയ്യാനൊക്കെ എടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ ബുദ്ധിമുട്ടൊക്കെ തോന്നും കേട്ടോ. അപ്പൊ അതുകൊണ്ട് 6th മോഡ്യൂള് എളുപ്പം നമുക്ക് അങ്ങനെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുക, ക്ലാസ്സുകളും ശരിയായിട്ട് അറ്റൻഡ് ചെയ്യുക. ഓരോരോ ക്ലാസ്സുകൾ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് എന്ത് ചെയ്യുക, നോക്കി വെക്കുക കേട്ടോ. അപ്പൊ നമ്മള് എവിടെ വരെ എടുത്തത്? കമ്മ്യൂണിറ്റി ഓറിയന്റേഷൻ അല്ലെ. എഫക്റ്റീവ് കമ്മ്യൂണിറ്റി ഓറിയന്റേഷൻ നടത്തണമെങ്കിൽ ഒരു ഹോസ്പിറ്റൽ അത് അച്ചീവ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ മെഷേഴ്സ് അഡോപ്റ്റ് ചെയ്യാന്നുള്ളത് വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത് നിർത്തിയത്. അടുത്തത് എക്കണോമിക് വയബിലിറ്റി, അല്ലെങ്കിൽ എന്താണ് പറയാ, സാമ്പത്തിക ലാഭം. അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിന് ഒരു സാമ്പത്തിക ലാഭം അല്ലെങ്കിൽ ഒരു സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ആ ഹോസ്പിറ്റലിൽ എന്തൊക്കെ മെഷേഴ്സ് അഡോപ്റ്റ് ചെയ്യണം, അതാണ് എക്കണോമിക് വയബിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സാമ്പത്തിക ലാഭം അല്ലെങ്കിൽ ഒരു സാമ്പത്തിക നേട്ടം ആ സ്ഥാപനത്തിന് ഉണ്ടാക്കിയെടുക്കണം. നോക്കിയേ, economic viability should be achieved by the hospital through taking these measures. ഈ താഴെ പറയുന്ന ഓരോ നടപടിക്രമങ്ങളിലൂടെയും നമുക്കൊരു ഹോസ്പിറ്റലിന് എക്കണോമിക് വയബിലിറ്റി അല്ലെങ്കിൽ സാമ്പത്തിക ലാഭം അല്ലെങ്കിൽ സാമ്പത്തിക ശേഷി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും, അല്ലെങ്കിൽ അച്ചീവ് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പൊ അതിൽ ഫസ്റ്റ് പോയിന്റ് പറയുന്നത് കോപ്പറേറ്റ് ഓർഗനൈസേഷൻ ദാറ്റ് അക്സെപ്റ്റ് റെസ്പോൺസിബിലിറ്റി ഫോർ സൗണ്ട് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഇൻ കീപ്പിംഗ് വിത്ത് ഡിസൈറബിൾ ക്വാളിറ്റി ഓഫ് കെയർ. നമുക്കറിയാം ഏതൊരു സ്ഥാപനത്തിനും നല്ലൊരു സാമ്പത്തിക ശേഷി അല്ലെങ്കിൽ സാമ്പത്തിക ലാഭം ഉണ്ടാക്കണമെങ്കിൽ അവിടെ അതിനു വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷന് വേണ്ടി ഒരു ഘടന അല്ലെ, സ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കണം. ശരിയായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ മാനേജ്മെന്റ് വേണം. ശരിയല്ലേ? എന്തൊരു കാര്യം, ഏതൊരു സ്ഥാപനമായിക്കോട്ടെ അവിടെ നല്ലൊരു മികച്ച സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയെടുക്കണം. അല്ലെങ്കിൽ ഒരുപാട് ഫണ്ട് നമ്മൾ വിനിയോഗിക്കാതെ തന്നെ നമുക്ക് മാക്സിമം അത് കൺട്രോൾ ചെയ്ത് വിനിയോഗിക്കാനും അതിനനുസരിച്ച് നമുക്ക് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലാഭം ഉണ്ടാക്കിയെടുക്കണമെങ്കിലൊക്കെ നല്ലൊരു മികച്ച ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ടീം ഉണ്ടായിരിക്കണം. ശരിയല്ലേ? അപ്പൊ ഇവിടെയും അത് തന്നെയാ പറയുന്നത്. കോർപ്പറേറ്റ് ഓർഗനൈസേഷൻ ദാറ്റ് അക്സെപ്റ്റ് റെസ്പോൺസിബിലിറ്റി, ഒരു ടീം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു ഘടന, ഈ ഒരു മാനേജ്മെന്റ് നല്ല മികച്ച ഫിനാൻഷ്യൽ സൗണ്ട് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, മികച്ച ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഇൻ കീപ്പിംഗ് വിത്ത് ഡിസൈർഡ് ക്വാളിറ്റി ഓഫ് കെയർ. നമ്മളവിടെ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്തുകൊണ്ടല്ല നമ്മൾ ലാഭം ഉണ്ടാക്കുന്നത്. നല്ല ക്വാളിറ്റി ഓഫ് കെയർ കൊടുത്ത് അത് മനസ്സിൽ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് സൂക്ഷിച്ചുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു മികച്ച സാമ്പത്തികപരമായിട്ടുള്ള ഒരു മാനേജ്മെന്റ്
കൊണ്ടുവരിക. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു ഘടന ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ ആ ഒരു ഓർഗനൈസേഷന് വേണ്ടിയാണ് കോർപ്പറേറ്റ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു ഘടന ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു അർത്ഥം തന്നെയാണ് കേട്ടോ. അപ്പൊ അങ്ങനെ ആ ഒരു ഘടന അല്ലെങ്കിൽ ആ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് എന്ത് ചെയ്യുക, ഒരു മികച്ച സാമ്പത്തികമായിട്ടുള്ള ഒരു മാനേജ്മെന്റ്, നല്ലൊരു ഫിനാൻഷ്യൽ മാനേജ്മെന്റ് കൊണ്ടുവരികയും അതിലൂടെ ആ ഒരു ഫിനാൻസ് കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ആ ഒരു ടീമിനെ ഏൽപ്പിക്കുക എന്നതാണ് ഒന്നാമത് ചെയ്യേണ്ട കാര്യം. രണ്ടാമത്തെ കാര്യം, patient care objectives that are consistent with projected service demands, availability of operating finances and adequate personnel and equipment. രണ്ടാമത്തത് patient care objectives, രോഗികളുടെ പരിചരണവുമായി ബന്ധപ്പെട്ട കുറച്ച് ലക്ഷ്യങ്ങൾ. അപ്പൊ ആ പറയുന്ന ലക്ഷ്യങ്ങള് പ്രധാനമായിട്ടും ഇപ്പൊ ഒരു ഹോസ്പിറ്റലില് നമ്മൾ ഏതൊരു സർവീസ് കൊണ്ടുവരുമ്പോഴും എങ്ങനെയാണ് ആ സർവീസ് കൊണ്ടുവരുന്നത്? പേഷ്യൻസ് കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്ന സേവനങ്ങൾ അല്ലെ? എന്നാൽ മാത്രമല്ലേ പേഷ്യൻസ് ഇപ്പൊ നമുക്ക് ആവശ്യമുള്ള സർവീസുകൾ ഹോസ്പിറ്റലുകാർ കൊണ്ടുവരുമ്പോഴാണ് നമ്മൾ ആ ഹോസ്പിറ്റലിൽ തേടി പോകുന്നത്. ശരിയല്ലേ? അല്ലാത്ത ഹോസ്പിറ്റലിൽ പോയിട്ട് നമുക്ക് കാര്യമില്ല അല്ലെ? നമുക്ക് ആവശ്യമുള്ള സർവീസുകളാണ് അവർ തരുന്നതെങ്കിൽ, എപ്പോഴും ഒരു പേഷ്യൻസ് ഡിമാൻഡ് ചെയ്യുന്ന രീതിയിലുള്ള സേവനങ്ങളാണ് കൊണ്ടുവരുന്നതെങ്കിൽ ആ ഹോസ്പിറ്റലിൽ തേടി കൂടുതൽ അത് ആവശ്യമുള്ള പേഷ്യൻസിന്റെ എണ്ണം വർദ്ധിക്കും അല്ലെ? ഇവിടെയും അത് തന്നെ. അങ്ങനെ പേഷ്യൻസ് കൂടുതൽ വന്നാൽ എന്താ ഉണ്ടാവുക? കൂടുതൽ പേഷ്യൻസ് വന്നാൽ ഹോസ്പിറ്റലിന് ലാഭമായിരിക്കും നഷ്ടമായിരിക്കും? എന്തായിരിക്കും ഉണ്ടാവുക? പേഷ്യൻസ് കൂടുതൽ വന്നാല് എന്താണ് റിപ്ലൈ ചെയ്യാത്ത രാവിലെ തന്നെ? ഒരു ഉഷാറായിട്ടൊക്കെ ഇരുന്നേ. പേഷ്യൻസ് കൂടുതൽ വന്നാൽ ഒരു ഹോസ്പിറ്റലിന് ലാഭം ഉണ്ടാവോ നഷ്ടം ഉണ്ടാവോ? പ്രോഫിറ്റ് ഉണ്ടാവും അല്ലെ? അപ്പൊ ഇവിടെയും അതാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് എന്താണ് ഇവിടെ എക്കണോമിക് വയബിലിറ്റി അല്ലെ? പേഷ്യൻസ് കൂടുതൽ വരുമ്പോഴാണ് ഒരു ഹോസ്പിറ്റലിന് ലാഭം അല്ലെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നത് അല്ലെ? ഇവിടെ എപ്പോഴും പേഷ്യൻസ് കൂടുതൽ വരണമെങ്കിൽ എന്ത് വേണം? പേഷ്യൻസ് സെന്റേർഡ് സർവീസുകൾ കൊടുക്കണം അല്ലെ? രോഗിയെ കേന്ദ്രീകരിച്ച് അവരുടെ ഡിമാൻഡ്സിനനുസരിച്ചുള്ള സേവനങ്ങൾ ഉൾപ്പെടുത്തുക. അതിനുവേണ്ടി അവൈലബിൾ ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് ഫിനാൻസസ്, ഈ സേവനങ്ങളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഫിനാൻസുകളിൽ സാമ്പത്തിക ലഭ്യത ഉറപ്പുവരുത്തുക. അതുമായി ബന്ധപ്പെട്ട മതിയായ ജീവനക്കാരെ നിയമിക്കുക, ഉപകരണങ്ങളെ കൊണ്ടുവരിക. അപ്പൊ എപ്പോഴും ഉപകരണങ്ങളും മതിയായ ജീവനക്കാരും ഫണ്ടുകളും പ്രവർത്തനങ്ങളും ഒക്കെ നമ്മൾ വെക്കുമ്പോഴും അതെപ്പോഴും എങ്ങനെയായിരിക്കണം? പ്രൊജക്റ്റഡ് സർവീസ് ഡിമാൻഡ്സ്, പേഷ്യൻസിനെ കേന്ദ്രീകരിച്ച് ഓരോ രോഗികളുടെയും ആവശ്യകതകൾ അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ ഡിമാൻഡുള്ള സേവനങ്ങൾ ഏതാണ്, അവർ ഡിമാൻഡ് ചെയ്യുന്ന ആ സർവീസുകൾ കൊണ്ടുവരുമ്പോഴാണ് ഒരു ഹോസ്പിറ്റലിന് പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. ഇപ്പൊ രണ്ട് പോയിന്റ്സ് നമ്മൾ പറഞ്ഞു. ഒന്നാമത് പറഞ്ഞത് ഒരു മികച്ച ഫിനാൻഷ്യൽ മാനേജ്മെന്റ് വേണമെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം ആരേറ്റെടുക്കണം? ആ ഓർഗനൈസേഷന് വേണ്ടി നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ള ഒരു ഘടന അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു ടീമിനെ നമ്മൾ രൂപീകരിക്കുക. ആ ടീമിന് അതിന്റെ റെസ്പോൺസിബിലിറ്റി കൊടുക്കുക. അങ്ങനെ റെസ്പോൺസിബിലിറ്റി കൊടുക്കുമ്പോൾ എപ്പോഴും അതിന്റെ ഒപ്പം തന്നെ നമ്മൾ നോക്കേണ്ട കാര്യമാണ് നല്ല ക്വാളിറ്റിയുള്ള കെയർ കൊടുക്കുക എന്നുള്ളത് അല്ലെ? നല്ല ക്വാളിറ്റിയുള്ള കെയർ കൊടുക്കുമ്പോൾ അതോടൊപ്പം തന്നെ മികച്ചതായിട്ട് അവരുടെ സാമ്പത്തികവും വളരും. രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞത് എപ്പോഴും പേഷ്യന്റ് സെന്റർ പേഷ്യന്റ് കെയർ ഒബ്ജക്റ്റീവ്സ്, രോഗി പരിചരണവുമായി ബന്ധപ്പെട്ട ലക്ഷ്യങ്ങൾ എങ്ങനെയായിരിക്കണം? പ്രൊജക്റ്റഡ് സർവീസ് ഡിമാൻഡ്സ്, പേഷ്യൻസിന് ആവശ്യപ്പെടുന്ന അവര് ഡിമാൻഡ് ചെയ്യുന്ന സേവനങ്ങള് അതായിരിക്കണം കൊണ്ടുവരേണ്ടത്. അതുപോലെ തന്നെ അവൈലബിലിറ്റി ഓഫ് ഓപ്പറേറ്റിംഗ് ഫിനാൻസസ്, ഇത് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഫണ്ടുകൾ അല്ലെങ്കിൽ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഫണ്ടിന്റെ ലഭ്യതയുണ്ടോ, അതുമായി ബന്ധപ്പെട്ട മതിയായ ജീവനക്കാരുണ്ടോ, ഉപകരണങ്ങളുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെക്ക് ചെയ്യുകയും അതിനനുസരിച്ച് രോഗികളെ കേന്ദ്രീകരിച്ചുള്ള അവർ ഡിമാൻഡ് ചെയ്യുന്നതിനനുസരിച്ചുള്ള സേവനങ്ങൾ ഉൾപ്പെടുത്തുകയും ചെയ്യുക. ക്ലിയർ ആണ് രണ്ട് പോയിന്റ്സ്? തേർഡ് വൺ പറയുന്നത് എ പ്ലാൻഡ് പ്രോഗ്രാം ഓഫ് എക്സ്പാൻഷൻ ബേസ്ഡ് സോൾലി ഓൺ ഡെമോൺസ്ട്രേറ്റഡ് കമ്മ്യൂണിറ്റി നീഡ്. അതെങ്ങനെയാണ് പറയുന്നത്? എപ്പോഴും നമ്മൾ എന്തൊരു പ്രോഗ്രാം പ്ലാൻ ചെയ്യുമ്പോഴും അത് ആരുമായി ബന്ധപ്പെട്ടായിരിക്കണം?
ആരുമായി ബന്ധപ്പെട്ടായിരിക്കണം? കമ്മ്യൂണിറ്റി നീഡ്. നമ്മുടെ കമ്മ്യൂണിറ്റി അല്ലെ, ആ ഒരു ഹോസ്പിറ്റലിന് ചുറ്റുമുള്ള കമ്മ്യൂണിറ്റിയുടെ ആവശ്യകത എന്താണോ അതിനനുസരിച്ചുള്ള പ്രോഗ്രാമുകളാണ് പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുന്നത്. അപ്പൊ എപ്പോഴും കമ്മ്യൂണിറ്റിയിലെ ഓരോ പോപ്പുലേഷനും അവരുടേതായിട്ടുള്ള ആവശ്യകതകൾ ഉണ്ടാവും. അപ്പൊ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നമ്മുടെ തൊട്ടടുത്ത് ഒരു ഹോസ്പിറ്റൽ വരുമ്പോൾ ആ ഹോസ്പിറ്റൽ ഇങ്ങനെയായിരിക്കണം, അതിൽ നിന്ന് നമുക്ക് ഇങ്ങനെയുള്ള സർവീസുകളായിരിക്കണം കിട്ടേണ്ടത് അല്ലെ. അങ്ങനെ ഓരോ കമ്മ്യൂണിറ്റിക്കും ആഗ്രഹങ്ങളുണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള നീഡ്സ്, അവരുടെ നീഡ്സ് എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള പ്ലാൻ, പുതിയതായിട്ട് എന്തൊരു പ്രോഗ്രാം പ്ലാൻ ചെയ്യുമ്പോഴും അത് അവിടെ നടപ്പിലാക്കുന്നതിന് മുൻപും ആസൂത്രണം നടത്തുമ്പോൾ തന്നെ കമ്മ്യൂണിറ്റിയുടെ ആവശ്യകതകൾ എന്താണെന്ന് മനസ്സിലാക്കി ചെയ്യുക. മൂന്നാമത്തത് ഫോർത്ത് വൺ ആണ്, എ സ്പെസിഫിക് പ്രോഗ്രാം ഓഫ് ഫണ്ടിങ് ദാറ്റ് വിൽ അഷ്വർ റീപ്ലേസ്മെന്റ്, ഇംപ്രൂവ്മെന്റ് ആൻഡ് എക്സ്പാൻഷൻ ഓഫ് ഫെസിലിറ്റീസ് ആൻഡ് എക്യുപ്മെന്റ് വിത്തൗട്ട് ഇമ്പോസിംഗ് ടു മച്ച് കോസ്റ്റ് ബർഡൻ ഓൺ പേഷ്യൻസ് ചാർജസ്. ഇപ്പൊ നമുക്ക് പുതിയ ഹോസ്പിറ്റലുകൾ, നിങ്ങൾ ഹോസ്പിറ്റലൊക്കെ ചെല്ലുമ്പോൾ കണ്ടാവും അവർ റിനോവേഷൻസ് നടത്താറുണ്ട് അല്ലെ. ഇല്ലേ, പുതിയ പുതിയ സർവീസുകൾ കൊണ്ടുവരുന്നതിന് വേണ്ടി പുതിയ ബിൽഡിങ്ങുകൾ പണിയാറുണ്ട്, എക്സ്പാൻഷൻസ് നടത്താറുണ്ട് ഇല്ലേ, കണ്ടിട്ടുണ്ടോ? ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ അവര് പുതിയ പുതിയ ബിൽഡിങ്സും എക്സ്പാൻഷൻസും റിനോവേഷൻസ് ഒക്കെ നടത്തുന്നത് കണ്ടിട്ടില്ലേ? കണ്ടിട്ടില്ലേ? എന്താണ്, ആരും ഹോസ്പിറ്റലൊന്നും പോവാറില്ലേ? കണ്ടിട്ടുണ്ട്. അപ്പൊ അവർ ഇങ്ങനെയുള്ള സർവീസുകൾ കാര്യങ്ങളൊക്കെ പുതിയ എക്സ്പാൻഷൻസ് ഒക്കെ കൊണ്ടുവരുമ്പോ അത് ആരിൽ നിന്ന് തന്നെയാണ് പിന്നീട് ആ പണം ഈടാക്കുന്നത്? ആരിൽ നിന്നാണ് പിന്നീട് ആ പണം ഈടാക്കുന്നത്? ആരിൽ നിന്നായിരിക്കാം? അവരത്രയും എക്സ്പാൻഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് ഫണ്ട് വേണമല്ലോ അല്ലെ. ആ ഫണ്ട് അവർ ആരിൽ നിന്ന് ഈടാക്കും? വെരി ഗുഡ്, പേഷ്യൻസിൽ നിന്നാണ് അവരത് പിന്നീട് ഈടാക്കുന്നത് അല്ലെ. ആദ്യത്തെ പ്രാവശ്യം അവരവരുടെ ഫണ്ട് ഇറക്കും, അതിനുശേഷം അത് ആരിലൂടെ ലഭ്യമാക്കിയെടുക്കും, തിരികെ വാങ്ങും? വരുന്ന പേഷ്യൻസിന് നൽകുന്ന ബില്ലുകളിലൂടെ അല്ലെ. അപ്പൊ ഇവിടെ അത് തന്നെയാണ് പറയുന്നത്, എ സ്പെസിഫിക് പ്രോഗ്രാം ഓഫ് ഫണ്ടിങ്, ഒരു പുതിയതായിട്ട് എന്തെങ്കിലും ഒരു പ്രത്യേക പ്രോഗ്രാംസ് ദാറ്റ് വിൽ അഷ്വർ, എന്തിനു വേണ്ടിയിട്ട്? റീപ്ലേസ്മെന്റ്, ഇംപ്രൂവ്മെന്റ് ആൻഡ് എക്സ്പാൻഷൻ ഓഫ് ഫെസിലിറ്റീസ് ആൻഡ് എക്യുപ്മെന്റ്. ഒരു ഹോസ്പിറ്റലില് എന്തെങ്കിലും പുതിയ സൗകര്യങ്ങളോ പുതിയതായിട്ടുള്ള ഉപകരണങ്ങളോ ഒക്കെ കൊണ്ടുവരുന്ന രീതിയിലുള്ള എക്സ്പാൻഷൻ പ്രോഗ്രാമുകള്, അതുപോലെ തന്നെ ഇംപ്രൂവ്മെന്റ്സ്, എന്തെങ്കിലും മാറ്റങ്ങളോ അല്ലെങ്കിൽ മെച്ചപ്പെടുത്തുന്നതിനോ വിപുലീകരണം നടത്തുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഉപകരണങ്ങൾ മാറ്റി സ്ഥാപിക്കുകയോ അങ്ങനെയുള്ള എന്തെങ്കിലും സ്പെസിഫിക് പ്രോഗ്രാം, ഫണ്ടുകൾ ഇറക്കുന്ന ചില പ്രത്യേക പ്രോഗ്രാമുകൾ നടപ്പിലാക്കുമ്പോൾ എങ്ങനെയാവരുത്? വിത്തൗട്ട് ഇമ്പോസിംഗ് ടു മച്ച് കോസ്റ്റ് ബർഡൻ ഓൺ പേഷ്യൻസ് ചാർജസ്. അത് ആ പേഷ്യൻസ്, അത് പിന്നീട് വരുന്ന പേഷ്യൻസിന്റെ ചാർജസിൽ ഒരുപാട് ബേർഡൻ അല്ലെങ്കിൽ അവരുടെ ആ ഒരു വളരെയധികം ചിലവ് ചുമത്താത്ത രീതിയിലായിരിക്കണം. മനസ്സിലായോ? അപ്പൊ ആദ്യം നമ്മുടെ ഹോസ്പിറ്റലിൽ, നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയി, അതിന് മുൻപ് നമ്മൾ പോകുമ്പോ, എക്സ്പാൻഷന് മുൻപ് പോകുമ്പോൾ വലിയ ചാർജും കാര്യങ്ങളും ഒന്നും നമ്മുടെ ഇതിന് ഈടാക്കാറുണ്ടായിരുന്നില്ല. അതേസമയം കുറച്ച് ഈ എക്സ്പാൻഷനും കാര്യങ്ങളും കഴിഞ്ഞ് ചെല്ലുമ്പോൾ പേഷ്യൻസിന് ഒരു ടെസ്റ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സർവീസോ ട്രീറ്റ്മെന്റോ കാര്യങ്ങളോ ഒക്കെ ചെയ്യുമ്പോൾ ഒരുപാട് പണം അവരിൽ നിന്ന് ഈടാക്കാതെ ഈ എക്സ്പാൻഷനുമായി ബന്ധപ്പെട്ട് വളരെ ചെറിയ രീതിയിലുള്ള തുകകൾ വരുന്ന ഓരോ പേഷ്യൻസിനും ചെറിയ രീതിയിലുള്ള തുകകൾ ഈടാക്കാം അല്ലെ. അല്ലാതെ ഒരുപാട് എന്ത് ചെയ്യരുത്, വളരെയധികം ചിലവ് അവരിൽ ചുമത്താതെ അങ്ങനെയുള്ള രീതിയിൽ. അപ്പൊ നമുക്ക് തോന്നാണ് ചില ഹോസ്പിറ്റലിൽ ചെന്ന് നമുക്ക് തോന്നില്ലേ ഭയങ്കര ബില്ലാണ് അവിടെ അല്ലെ. നമ്മൾ നല്ല പറയാറുണ്ട് അല്ലെ, അവിടെ ഡോക്ടേഴ്സിന് ഭയങ്കര ചാർജ് ആണ്, ചീറ്റ് എടുക്കുന്നില്ല അല്ലെ, നമ്മൾ പറയാറില്ലേ ഭയങ്കര ചാർജ് ആണ്, മെഡിസിൻസ് ഒക്കെ വാങ്ങിക്കുമ്പോൾ നല്ലൊരു തുക അവർ ഈടാക്കും എന്ന് നമ്മൾ പറയും അല്ലെ. നമ്മൾ പല ഹോസ്പിറ്റലിൽ കമ്പാരിസൺസ് നടത്തി പറയാറുണ്ട് അല്ലെ. അപ്പൊ അതുപോലെ ഒരിക്കലും അങ്ങനെ പറയുന്ന അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്ക് പിന്നീട് പേഷ്യൻസിന് വരാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലെങ്കിൽ മടിയായിരിക്കും അല്ലെ. ഒരു സാധാരണക്കാർക്ക് അല്ലെങ്കിൽ ഒരു ആവറേജ് ആയിട്ടുള്ള വ്യക്തികൾക്ക് പോകാൻ പറ്റാത്ത അല്ലെങ്കിൽ അതിൽ കൂടുതൽ അഫോർഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ബില്ലും കാര്യങ്ങളും ആണെങ്കിൽ അവിടേക്ക് വരുന്ന പേഷ്യൻസിന്റെ എണ്ണം കുറവായിരിക്കും. ശരിയല്ലേ? അങ്ങനെ കുറവായവർക്ക് ഇതിന് ഉദ്ദേശിച്ചിരിക്കുന്ന പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ? പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ.
അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും ഇവരിങ്ങനെ എക്സ്പാൻഷൻസ് നടത്താം. അതുപോലെ എക്യുപ്മെന്റ്സോ കാര്യങ്ങളോ കംപ്ലൈന്റ് ആയാൽ ഇത് പുതിയതായിട്ട് മാറ്റി സ്ഥാപിക്കാം. അല്ലെങ്കിൽ പറഞ്ഞ പോലെ പുതിയ പുതിയ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇംപ്രൂവ്മെന്റ്സ്, മെച്ചപ്പെടുത്തലോ വിപുലീകരണങ്ങളോ ഒക്കെ നടത്താം. അങ്ങനെയുള്ള സ്പെസിഫിക് ഫണ്ടുകൾ അല്ലെങ്കിൽ പ്രോഗ്രാംസ് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോഴും അതൊരിക്കലും ഇനി പിന്നീട് വരുന്ന പേഷ്യൻസിന് ഒരുപാട് ചിലവ്, അവരുടെ ആ ഒരു പേഷ്യൻസിന്റെ പിന്നിൽ ഒരുപാട് തുക അല്ലെങ്കിൽ ചിലവ്, ഒരുപാട് കോസ്റ്റ് ബേർഡൻസ് വരുത്താത്ത രീതിയിലായിരിക്കണം എന്നാണ് പറയുന്നത്. Then last one, an annual budget plan that will permit the hospital to keep pace with trends. അതുപോലെ തന്നെ ഒരു ആനുവൽ ആയിട്ട് എല്ലാ വർഷവും വാർഷിക ബഡ്ജറ്റ് പ്ലാനുകൾ തയ്യാറാക്കും. ഇത്ര ഒരു വർഷത്തേക്ക് വേണ്ടിയുള്ള ഇങ്ങനെയുള്ള ഫിനാൻസുമായി ബന്ധപ്പെട്ട് ഇത്ര പണം നമുക്ക് നീക്കി വെക്കാം, അതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പ്രോഗ്രാംസ് നമുക്ക് ചെയ്യാം. അങ്ങനെ ഒരു വാർഷിക ബഡ്ജറ്റ് പ്ലാനുകൾ തയ്യാറാക്കുമ്പോൾ that will permit the hospital to keep pace with trends. ഓരോ സമയവും പുതിയ പുതിയ മാറ്റം, ഇപ്പൊ നമുക്കറിയാം മോഡേൺ ആയിട്ടുള്ള ഒരുപാട് അഡ്വാൻസ്ഡ് ടെക്നോളജീസും കാര്യങ്ങളും ഒക്കെ ഓരോ വർഷവും ചേഞ്ചസ് നമ്മുടെ ഹോസ്പിറ്റൽ മേഖലയിൽ ഉണ്ടാകുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഓരോ തരത്തിലുള്ള പുതിയ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിൽ സമയാസമയത്തിനനുസരിച്ച് പുതിയ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന രീതിയിൽ അതിനോടൊക്കെ കീപ്പ് ചെയ്ത് പോകുന്ന, മെയിൻറ്റെയിൻ ചെയ്ത് അതെല്ലാം ഒരുപോലെ കൊണ്ടുപോകുന്ന രീതിയിൽ തന്നെയായിരിക്കണം ഒരു ആനുവൽ ബഡ്ജറ്റ് പ്ലാനുകൾ ഹോസ്പിറ്റലിന് വേണ്ടി തയ്യാറാക്കേണ്ടത്. അങ്ങനെ എന്തിനു വേണ്ടിയിട്ടാണ് പുതിയ പുതിയ ആധുനിക ടെക്നോളജീസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുമ്പോഴാണ് ആളുകൾ പുതിയ സർവീസുകൾക്ക് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് കൂടുതൽ വരുള്ളൂ അല്ലെ. അപ്പൊ അങ്ങനെ പുതിയ പുതിയ വേറെ എവിടെയും ഇല്ലാത്ത സേവനങ്ങൾ കൊണ്ടുവരിക, അങ്ങനെയൊക്കെ ആവുമ്പോൾ ഹോസ്പിറ്റലിൽ ഒരുപാട് പേഷ്യൻസിനെ കിട്ടും, അതിലൂടെയൊക്കെ പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഇവിടെ എക്കണോമിക് വയബിലിറ്റി അല്ലെങ്കിൽ സാമ്പത്തിക ശേഷി അല്ലെങ്കിൽ സാമ്പത്തിക ലാഭം ഒരു ഹോസ്പിറ്റലിന് അച്ചീവ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ നേടിയെടുക്കണമെങ്കിൽ അവർ ഫോളോ ചെയ്യേണ്ട മെഷേഴ്സ് ആണ് പറഞ്ഞത്. ഒന്നാമത് ഒരു മികച്ച ഓർഗനൈസേഷൻ അല്ലെങ്കിൽ സ്ട്രക്ചർ ഓർഗനൈസേഷന് വേണ്ടി ഉണ്ടാക്കിയെടുക്കുക, അതുമായി ബന്ധപ്പെട്ട ആ ഒരു റെസ്പോൺസിബിലിറ്റി അവർക്ക് കൊടുക്കുക, അതിലൂടെ മികച്ചൊരു ഫിനാൻഷ്യൽ മാനേജ്മെന്റ് കൊണ്ടുവരിക. രണ്ടാമത്തത് പറഞ്ഞത് രോഗിയെ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ രോഗികളുടെ ഡിമാൻഡ്സിനനുസരിച്ചുള്ള സർവീസുകൾ കൊണ്ടുവരിക, അതിനനുസരിച്ചുള്ള പ്രവർത്തന ഫണ്ടിന്റെ ലഭ്യതയുണ്ടോ, എക്യുപ്മെന്റുകളുണ്ടോ, മതിയായ സ്റ്റാഫുകളുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. മൂന്നാമത്തത് പറഞ്ഞത് എന്തൊരു പ്രോഗ്രാംസ് പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുമ്പോഴോ എക്സ്പാൻഷൻസ് അല്ലെങ്കിൽ വിപുലീകരണങ്ങൾ നടപ്പിലാക്കുമ്പോഴോ അത് എപ്പോഴും എന്തിനെ അടിസ്ഥാനമാക്കി ആയിരിക്കണം, കമ്മ്യൂണിറ്റിയുടെ ആവശ്യകതയ്ക്ക് അടിസ്ഥാനമാക്കി ആയിരിക്കണം. നെക്സ്റ്റ് പറഞ്ഞത് സ്പെസിഫിക് പ്രോഗ്രാം ഓഫ് ഫണ്ടിങ് ദാറ്റ് വിൽ അഷ്വർ റീപ്ലേസ്മെന്റ്. ഇപ്പൊ എന്തെങ്കിലും ഉപകരണങ്ങൾ മാറ്റി സ്ഥാപിക്കുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും മെച്ചപ്പെടുത്തലോ വിപുലീകരണങ്ങളോ നടത്തണമെങ്കിലോ അസൗകര്യങ്ങളോ ഉപകരണങ്ങളോ എന്തും ആയിക്കോട്ടെ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ സ്പെസിഫിക് ആയിട്ടുള്ള പ്രോഗ്രാം ഫണ്ടിങ് പ്രോഗ്രാമുകൾ നടപ്പിലാക്കുമ്പോൾ അതൊരിക്കലും പേഷ്യൻസിന്റെ ബില്ലുകളിൽ ഒരുപാട് തുക ചുമത്താത്ത രീതിയിലായിരിക്കണം. ലാസ്റ്റ് പറഞ്ഞത് ഓരോ സമയത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുന്നതിനനുസരിച്ച് തന്നെ ഹോസ്പിറ്റൽസിന് കൃത്യമായിട്ടുള്ള ആനുവൽ ബഡ്ജറ്റ് പ്ലാനുകൾ തയ്യാറാക്കുക, അതിനനുസരിച്ച് പുതിയ പുതിയ അഡ്വാൻസ്ഡ് ടെക്നോളജീസും കാര്യങ്ങളും എന്ത് ചെയ്യുക, അപ് ടു ഡേറ്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവരാനും ശ്രമിക്കുക. വേഗം ഒന്ന് വായിച്ചു നോക്കി എക്കണോമിക് വയബിലിറ്റി. വായിച്ചു കഴിയുന്നവരൊന്ന് റിപ്ലൈ ചെയ്യട്ടോ.
ക്ലിയർ ആണോ? കംപ്ലീറ്റ് ആയോ? വായിച്ച് ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ഓർഡർലി പ്ലാനിങ്. ഒരു ചിട്ടയായ ആസൂത്രണം. ഒരു ഹോസ്പിറ്റലില് എന്തൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോഴും അതിനൊരു ഓർഡർലി പ്ലാനിങ് വേണം, ഒരു ചിട്ടയായിട്ടുള്ള ഒരു ആസൂത്രണം വേണം, അല്ലെ? അപ്പൊ അങ്ങനെ ഒരു ഓർഡർലി പ്ലാനിങ് അല്ലെങ്കിൽ ചിട്ടയായ ആസൂത്രണം ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുവരണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യണം? ഓർഡർലി പ്ലാനിങ് ഷുഡ് ബി അച്ചീവ്ഡ് ബൈ ദ ഹോസ്പിറ്റൽ ത്രൂ ദ ഫോളോയിങ്. എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യണം എന്നുള്ളതാണ്. First one, acceptance by the hospital administrator of primary responsibility for short and long range planning with support and assistance from competent financial, organizational, functional and architectural advisors. അപ്പൊ ഇവിടെ എന്താണെങ്കിലും ഇപ്പൊ നമുക്കറിയാം, ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട പ്രധാനമായിട്ടുള്ള പ്ലാനിങ് അല്ലെങ്കിൽ ആസൂത്രണം നടത്തുന്നതിനുള്ള പ്രാഥമിക ഉത്തരവാദിത്തം നമ്മൾ ആരെയാണ് ഏൽപ്പിക്കുക? ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററെയാണ്, അല്ലെ? ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആ പ്രാഥമിക ഉത്തരവാദിത്വം സ്വീകരിക്കുകയും അതിനനുസരിച്ച് ഷോർട്ട് ടേം ആയിട്ടുള്ളതായിക്കോട്ടെ ലോങ് ടേം ആയിട്ടുള്ള, അല്ലെ, ദീർഘകാല അടിസ്ഥാനത്തിലുള്ള പ്ലാനിങ് അല്ലെങ്കിൽ ആസൂത്രണങ്ങൾ നടപ്പിലാക്കുക. അതിന് ആരുടെയൊക്കെ സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു പിന്തുണ അല്ലെങ്കിൽ സഹായം ഉണ്ടാവും? ഫ്രം കോമ്പീറ്റന്റ് ഫിനാൻഷ്യൽ, വളരെ കഴിവുള്ള സാമ്പത്തിക മേഖലകളിൽ നിന്നുള്ളവരുടെ, ഓർഗനൈസേഷണൽ ഫങ്ഷണൽ, ഒരു ഓർഗനൈസേഷന്റെ പ്രവർത്തനപരമായിട്ടുള്ള മേഖലകളിൽ നിന്നുള്ളവരുടെ, ആർക്കിടെക്ചറൽ അഡ്വൈസേഴ്സിന്റെ മുതലായവരുടെയൊക്കെ സപ്പോർട്ട് അല്ലെങ്കിൽ സഹായം അല്ലെങ്കിൽ ഒരു പിന്തുണയോടുകൂടി ഒരു ദീർഘകാല അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ഹ്രസ്വകാല അടിസ്ഥാനത്തിലോ ഉള്ള പ്ലാനിങ് അല്ലെങ്കിൽ ആസൂത്രണങ്ങൾ പ്രാഥമികമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തം ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ സ്വീകരിക്കുക എന്നതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഷോർട്ട് ആൻഡ് ലോങ് റേഞ്ച് പ്ലാനിംഗ് ഒബ്ജക്റ്റീവ്സ് വിത്ത് എ ലിസ്റ്റ് ഓഫ് പ്രയോറിറ്റീസ് ആൻഡ് ടാർഗറ്റ് ഡേറ്റ്സ് ഓൺ വിച്ച് സച്ച് ഒബ്ജക്ട്സ് മേ ബി അച്ചീവ്ഡ്. ഇനി ഈ പറയുന്ന ഷോർട്ട് ടൈം ആയിക്കോട്ടെ ലോങ് റേഞ്ച് ആയിട്ടുള്ള പ്ലാനിംഗ് ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ഓരോന്നും ആദ്യം നേടിയെടുക്കേണ്ട ഒബ്ജക്റ്റീവ്സ് എന്താണോ അതിനനുസരിച്ച് മുൻഗണന കൊടുത്തത് ലിസ്റ്റ് ചെയ്യുക. അതിനുശേഷം ഇത് ഓരോന്നും എന്നത്തേക്ക് തീർക്കണം, അല്ലെ, എന്നിട്ട് പൂർത്തിയാക്കണം. അതിനു വേണ്ടിയിട്ടുള്ള ടാർഗറ്റ് ഡേറ്റുകൾ കൊടുക്കണം. ഇന്ന ദിവസത്തിനുള്ളിൽ, അല്ലെ, ഒരു ലാസ്റ്റ് ഡേറ്റ്, ഒരു ലക്ഷ്യം അത് പൂർത്തിയാക്കേണ്ട ഒരു ടാർഗറ്റ് ഡേറ്റ്, ആ ഒരു ഡേറ്റില് അത് പൂർത്തിയാക്കിയിരിക്കണം. അങ്ങനെ ഓരോ ഒബ്ജക്റ്റീവ്സും പൂർത്തിയാക്കാനുള്ള ടാർഗറ്റ് ഡേറ്റുകളും ഇതോടൊപ്പം തന്നെ നമ്മൾ നൽകിയിരിക്കുക. അപ്പൊ അതിനുള്ളിൽ തന്നെ ആ ഒരു ഒബ്ജക്റ്റീവ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നേടിയെടുക്കാൻ സാധിക്കും. അടുത്തത്, പ്രിപ്പറേഷൻ ഓഫ് എ ഫങ്ഷണൽ പ്രോഗ്രാം ദാറ്റ് ഡിസ്ക്രൈബ് ദ ഷോർട്ട് റേഞ്ച് ഒബ്ജക്റ്റീവ് ആൻഡ് ദ ഫെസിലിറ്റീസ്, equipment and staffing necessary to achieve that. അതുപോലെ തന്നെ ഒരു ഫങ്ഷണൽ പ്രോഗ്രാം ഷോർട്ട് ടേം ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? ആ ഒരു ഒബ്ജക്റ്റീവ് നേടിയെടുക്കണമെങ്കിൽ എന്തൊക്കെ ഫെസിലിറ്റി അല്ലെങ്കിൽ സൗകര്യങ്ങൾ വേണം, എന്തൊക്കെ എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ ഉപകരണങ്ങൾ വേണം, അതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ ജീവനക്കാർ എത്രത്തോളം വേണം, മേ ബി നെസസറി ടു അച്ചീവ് ദാറ്റ്, അത് നേടിയെടുക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളെ ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ എന്തൊക്കെ വേണം എന്നുള്ളതുമായി ബന്ധപ്പെട്ട ഒരു ഫങ്ഷണൽ പ്രോഗ്രാംസ് തയ്യാറാക്കുക. അപ്പൊ 3 പോയിന്റ്സ് ആണ് ഓർഡർലി പ്ലാനിങ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹോസ്പിറ്റല് ഫോളോ ചെയ്യേണ്ടത്. അതിൽ ഒന്നാമത്തെ പോയിന്റ്, ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഈ പറയുന്ന ഒരു ആസൂത്രണം നടത്താനുള്ള ഒരു പ്രാഥമിക ഉത്തരവാദിത്വം സ്വീകരിക്കുക. അവർക്ക് ഒരു പ്രാഥമിക ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ഒരു ലോങ് ടേം ആയിട്ടുള്ളതോ ഷോർട്ട് ടേം ആയിട്ടുള്ള ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട പ്ലാനിങ് ഒബ്ജക്റ്റീവ്സ്, അല്ലെ, ആസൂത്രണം ചെയ്ത് ലക്ഷ്യങ്ങൾ എന്ത് ചെയ്യുക? തയ്യാറാക്കുക. അങ്ങനെ ലക്ഷ്യങ്ങൾ തയ്യാറാക്കുന്നതിന് വേണ്ടി അവർ ഒറ്റയ്ക്കല്ല, അവർക്ക് അതിനുള്ള സഹായങ്ങളും സപ്പോർട്ടുകളും ഉണ്ട്. വിവിധ ഫിനാൻഷ്യൽ ആസ്പെക്ട്സ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ വളരെ കഴിവുള്ള കോമ്പീറ്റന്റ് ആയിട്ടുള്ള കഴിവുള്ള ഫിനാൻഷ്യൽ ഉദ്യോഗസ്ഥരിൽ നിന്നായിക്കോട്ടെ, ഒരു ഓർഗനൈസേഷൻ, ഒരു സംഘടനയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ നേതൃത്വത്തിലുള്ളവരിൽ നിന്നായിക്കോട്ടെ, ആർക്കിടെക്ചറൽ അഡ്വൈസേഴ്സിൽ നിന്നായിക്കോട്ടെ, അവരിൽ നിന്നൊക്കെ ഒരു സപ്പോർട്ടും പിന്തുണയും ഒക്കെ കിട്ടിക്കൊണ്ട് അല്ലെങ്കിൽ സഹായം കിട്ടി അതിനെ അടിസ്ഥാനമാക്കി ഇവരെന്ത് ചെയ്താൽ മതി? ഷോർട്ട് ആൻഡ് ലോങ് ടേം ആയിട്ടുള്ള പ്ലാനിങ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് എന്ത് ചെയ്താൽ മതി? പ്ലാൻ ചെയ്താൽ മതി.
അടുത്തത് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം റേഞ്ച് പ്ലാനിങ് ഒബ്ജക്റ്റീവ്സ്. ഈ പറയുന്ന പ്ലാൻ ചെയ്ത ഷോർട്ട് ടേം ആയിട്ടുള്ളതായിക്കോട്ടെ ലോങ് റേഞ്ച് ആയിട്ടുള്ളതായിക്കോട്ടെ പ്ലാൻ ചെയ്തിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് സ്ഥാപിക്കുക എന്നുള്ളതാണ്. ആ ഒബ്ജക്റ്റീവ്സ് ഏതൊക്കെയാണോ കൃത്യമായിട്ട് നമ്മൾ ആദ്യം നേടിയെടുക്കേണ്ട ലക്ഷ്യങ്ങൾ ഉണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെ ആദ്യം നേടിയെടുക്കേണ്ട ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണോ അതിന് പ്രയോറിറ്റി കൊടുത്ത് മുൻഗണന കൊടുത്ത് നമ്മളൊരു ലിസ്റ്റ് തയ്യാറാക്കും. അങ്ങനെ ലിസ്റ്റ് തയ്യാറാക്കി അത് പൂർത്തിയാക്കേണ്ട ഓരോ ഒബ്ജക്റ്റീവ്സും ഏത് ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കണം എന്നതിനനുസരിച്ച് ഓരോന്നും പൂർത്തിയാക്കാനുള്ള ടാർഗറ്റ് ഡേറ്റുകളും സെറ്റ് ചെയ്യുന്നു. അങ്ങനെ ടാർഗറ്റ് ഡേറ്റ് സെറ്റ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ദിവസത്തിനുള്ളിൽ നമുക്കത് കംപ്ലീറ്റ് ചെയ്യണം അല്ലെങ്കിൽ പൂർത്തിയാക്കാൻ സാധിക്കും. മൂന്നാമത്തെ കാര്യം, ഇതുമായി ബന്ധപ്പെട്ട ഓരോ ഒബ്ജക്റ്റീവ്സും നമ്മൾ നേടിയെടുക്കണമെങ്കിൽ, ഓരോ ലക്ഷ്യങ്ങളും പൂർത്തിയാക്കണമെങ്കിൽ നേടിയെടുക്കണമെങ്കിൽ അതിനുവേണ്ടി മതിയായ സൗകര്യങ്ങൾ ആവശ്യമാണ്, മതിയായിട്ടുള്ള ഉപകരണങ്ങൾ ആവശ്യമാണ്, മതിയായ ജീവനക്കാരും ആവശ്യമാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഫങ്ഷണൽ പ്രോഗ്രാംസ് തയ്യാറാക്കുകയും ചെയ്യുക. വേഗം ഒന്ന് വായിച്ചു നോക്കിയ ഓർഡർലി പ്ലാൻ. വായിച്ചു കഴിഞ്ഞവരൊന്ന് റിപ്ലൈ ചെയ്യണേ. ക്ലിയർ ആണോ? ഓർഡർലി പ്ലാനിങ് ക്ലിയർ ആണോ? ഓക്കെ നെക്സ്റ്റ് അപ്പോ സൗണ്ട് ആർക്കിടെക്ചറൽ പ്ലാൻ. ഒരു മികച്ച ആർക്കിടെക്ചറൽ പ്ലാൻ നേടിയെടുക്കണമെങ്കിൽ ഒരു ഹോസ്പിറ്റല് എന്തൊക്കെ കാര്യങ്ങൾ ഫോളോ ചെയ്യണം? A sound architectural plan should be achieved by the hospital through the following. ഒരു മികച്ച ആർക്കിടെക്ചറൽ പ്ലാൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ആ ഹോസ്പിറ്റല് ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ. ഫസ്റ്റ് പോയിന്റ്, the engaging an architect experienced in hospital design and construction. അപ്പൊ ആദ്യം ഒരു മികച്ചൊരു ആർക്കിടെക്ചറൽ പ്ലാൻ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അവിടെ ആരായിരിക്കണം, ആരുടെ ഇടപെടൽ ഉണ്ടായിരിക്കണം? ഒരു നല്ല ആർക്കിടെക്റ്റിന്റെ അല്ലെ. അപ്പൊ ആർക്കിടെക്ട് എങ്ങനെയുള്ളതായിരിക്കണം? നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അല്ലെ, നല്ല അനുഭവ പരിചയമുള്ള, ഹോസ്പിറ്റൽ ഡിസൈനുകളും കൺസ്ട്രക്ഷൻ നിർമ്മാണത്തിലും ഒക്കെ നല്ല അനുഭവ പരിചയമുള്ള ഒരു ആർക്കിടെക്റ്റിന്റെ ഇടപെടലുകൾ ആദ്യം തന്നെ ഉണ്ടായിരിക്കണം. എൻഗേജിങ്. രണ്ടാമത്തത്, സെലക്ഷൻ ഓഫ് എ സൈറ്റ് large enough to provide for future expansion and access of population. അതുപോലെ തന്നെ ഒരു ആർക്കിടെക്ട് മാത്രം ഉണ്ടായാൽ പോരാ അല്ലെ. ഒരു ഹോസ്പിറ്റൽ ബിൽഡ് ചെയ്യണമെങ്കിൽ അതിന് എന്ത് വേണം? ഒരു വലിയ സ്ഥലം വേണം, വേണ്ടേ? ഒരു ലാർജ് സൈറ്റ് വേണം അല്ലെ. ആ ഒരു ലാർജ് സൈറ്റ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രോസസ്സ്. ആ ഒരു ലാർജ്
the site that enough to provide for future expansion. ഭാവിയിൽ നമുക്ക് വിപുലീകരണങ്ങൾ നടത്തുന്നത് കൂടി പ്ലാൻ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതും കൂടി മനസ്സിൽ കണ്ടുകൊണ്ട് അതിനനുസരിച്ചുള്ള അതുപോലെ തന്നെ അസസ് ഓഫ് പോപ്പുലേഷൻ എളുപ്പത്തിൽ ജനങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു ഇടവും കൂടിയായിരിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് ഒരു വലിയ സൈറ്റ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഘട്ടം. മൂന്നാമത്തേത് recognizing the need of clear patterns around the hospital to allow movement of hospital staff, patients and visitors and for efficient transportation of supplies. ഇനി third one ൽ പറയുന്നത് ഒരു ക്ലിയർ പാറ്റേൺ, ഒരു വ്യക്തമായ ഒരു പാറ്റേൺ ഒരു ഹോസ്പിറ്റലിന് വേണ്ടി റെക്കഗ്നൈസ് ചെയ്യുക അല്ലെങ്കിൽ കണ്ടെത്തുക എന്നുള്ളത്. ടു അലോ മൂവ്മെന്റ് ഓഫ്, അതായത് അവിടുത്തെ ഹോസ്പിറ്റലിലെ സ്റ്റാഫുകളുടെ മൂവ്മെന്റിന് വേണ്ടി, പേഷ്യൻസിന്റെ മൂവ്മെന്റിന് വേണ്ടി, അവിടെ വരുന്ന വിസിറ്റേഴ്സിന്റെ മൂവ്മെന്റിന് വേണ്ടി, അതുപോലെ തന്നെ ഒരു കാര്യക്ഷമമായിട്ടുള്ള സാധനങ്ങളുടെ ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ സാധനങ്ങളുടെ കാര്യക്ഷമമായിട്ടുള്ള കൊണ്ടുപോകുന്നതിന് വേണ്ടി, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഒരു വ്യക്തമായിട്ടുള്ള ഒരു പാറ്റേൺ ഐഡന്റിഫൈ ചെയ്യുക അല്ലെങ്കിൽ കണ്ടെത്തുക. നാലാമത്തേത് adequate attention to important concepts such as infection control and disaster planning. അതുപോലെ തന്നെ ആർക്കിടെക്ചറൽ പ്ലാനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രത്യേക ശ്രദ്ധ കൊടുക്കുന്ന ഒരു കാര്യമാണ് ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് ആയിട്ടുള്ള ഇൻഫെക്ഷൻ കൺട്രോള്, അതുപോലെ തന്നെ ഡിസാസ്റ്റർ പ്ലാനിങ്. ഇപ്പൊ ഇൻഫെക്ഷൻ കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നതിനെ കൺട്രോൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങളും ഫെസിലിറ്റികളും എപ്പോഴും ഒരു ബിൽഡിംഗ് പണിയുമ്പോൾ ഉണ്ടായിരിക്കണം, ഒരു ഹോസ്പിറ്റൽ ബിൽഡിംഗ് പണിയുമ്പോൾ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഡിസാസ്റ്റർ പ്ലാൻ അല്ലെ, നമ്മുടെ ഡിസാസ്റ്റർ ദുരന്തങ്ങളുമായി ബന്ധപ്പെട്ട ഡിസാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ആസൂത്രണങ്ങള് പ്ലാനിങ് ഒക്കെ ഈ പറയുന്ന ഒരു ഹോസ്പിറ്റലിൽ നമ്മുടെ ഹോസ്പിറ്റലിലെ കൺസെപ്റ്റ് നമ്മളിലേക്ക് എത്തുമ്പോൾ തന്നെ അല്ലെങ്കിൽ ആ ഹോസ്പിറ്റൽ പണിയുമ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എപ്പോഴും പ്രത്യേക ശ്രദ്ധ നൽകിയിരിക്കണം. So fifth one, an architectural design that will permit efficient use of personnel, interchangeability of rooms and provide for flexibility. ഈ ഒരു ആർക്കിടെക്ചറൽ ഡിസൈൻ നമ്മൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് രൂപീകരിക്കുമ്പോൾ എപ്പോഴും എഫിഷ്യന്റ് യൂസ് ഓഫ് പേഴ്സണൽ എന്ന് പറയുന്നത് അവിടെയുള്ള ജീവനക്കാരുടെ നമുക്ക് മതിയായ രീതിയിൽ കാര്യക്ഷമമായിട്ട് അവരെ നല്ല രീതിയിൽ വിനിയോഗിക്കാൻ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ സാധിക്കണം. ഇന്റർചേഞ്ചബിലിറ്റി ഓഫ് റൂംസ്, റൂമുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം. ചിലപ്പോൾ നമുക്ക് ഈ ഹോസ്പിറ്റൽ റൂമുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും, അവരിങ്ങനെ അധികം രീതിയിൽ ഒരുപാട് ബിൽഡിങ്സ് ആയിട്ട് അല്ലെങ്കിൽ എന്താണ് ഭിത്തികളായിട്ട് അവരധികം പണിതിട്ടുണ്ടാവില്ല. അവർക്ക് നമുക്ക് എന്ത് ചെയ്യാം, ചിലപ്പോൾ അത് വേണമെങ്കിൽ റൂമുകളാക്കി മാറ്റാം അല്ലെ. ചെറിയ ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും ഇപ്പോ എന്താണ് അലൂമിനിയം ഫാബ്രിക്കേഷൻസ് ഒക്കെ ചെയ്ത് ചെറിയ ചെറിയ റൂമുകൾ നമുക്ക് ആക്കി മാറ്റാം. വലിയൊരു ഹോൾ അല്ലെങ്കിൽ വലിയൊരു റൂം ആക്കണമെങ്കിൽ അങ്ങനെയാക്കി മാറ്റാം അല്ലെ. എക്സ്പാൻഷൻസ് അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അതിന് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ശരിയല്ലേ? ചിലപ്പോൾ നമ്മള് മുൻപ് കുറച്ച് മാസം മുമ്പോ അല്ലെങ്കിൽ ഒരു വർഷത്തിന് മുമ്പോ ചെയ്യുന്ന സ്ഥലം ചിലപ്പോൾ അവർ എന്ത് ചെയ്തിട്ടുണ്ടാവും, ചേഞ്ച് വേറെ ഏതെങ്കിലും ഏരിയ ആക്കി എടുത്തിട്ടുണ്ടാവും ഇല്ലേ. ഒരു വലിയ ഹോളാക്കി അവർക്ക് എടുക്കാം, അതിൽ തന്നെ ചിലപ്പോൾ ചെറിയ ചെറിയ റൂമുകളാക്കിയോ വാർഡുകളാക്കിയോ അവർക്ക് എടുക്കാം അല്ലെ. അങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കഴിവുകളായിരിക്കും ആ ഒരു ആർക്കിടെക്ചർ ഡിസൈൻ അങ്ങനെ ആയിരിക്കണം ഉണ്ടാവേണ്ടതെന്നാ പറയുന്നത്. നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന റൂമുകളൊക്കെ എബിലിറ്റി, നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കഴിവുണ്ടായിരിക്കണം. പ്രൊവൈഡ് ഫോർ ഫ്ലെക്സിബിലിറ്റി, ഒരു വഴക്കമുണ്ടായിരിക്കണം. അല്ലാതെ ഇപ്പൊ ഒരു ബിൽഡിംഗ് പണിത് ഒരു റൂം പണിത് അത് അങ്ങനെ തന്നെ നമുക്ക് വെക്കാൻ പറ്റുള്ളൂ, അല്ലാതെ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന രീതിയല്ല. നമുക്ക് എപ്പോഴും മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്ന രീതിയിൽ അതിനനുസരിച്ച് അവിടുത്തെ പേഴ്സൺ അനുസരിച്ച് ജീവനക്കാരെ എഫിഷ്യന്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ആർക്കിടെക്ചറൽ ഡിസൈൻ കൂടിയായിരിക്കണം നിർമ്മിക്കേണ്ടത്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു സൗണ്ട് ആർക്കിടെക്ചറൽ പ്ലാനിങ്ങിൽ പറയുന്നത്? ആദ്യം തന്നെ നമ്മൾ പറയുന്നത് എന്താ, ഒരു ഹോസ്പിറ്റൽ ഡിസൈൻ അതുപോലെ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ടൊക്കെ നല്ല എക്സ്പീരിയൻസ് ഉള്ള അല്ലെങ്കിൽ ഒരു അനുഭവം പരിചയമുള്ള ഒരു ആർക്കിടെക്ചറിന്റെ ഇടപെടലായിരിക്കണം ആദ്യമായിട്ട് ഉണ്ടാവേണ്ടത്. രണ്ടാമത് പറഞ്ഞ പോയിന്റ്, ഈ പറയുന്ന ഒരു ഹോസ്പിറ്റൽ പണിയണമെങ്കിൽ അതിനൊരു ലാർജ് സൈറ്റ് വേണം അല്ലെ, ഒരു വലിയ സൈറ്റ് വേണം. ആ ഒരു സൈറ്റ് എപ്പോഴും എങ്ങനെയായിരിക്കണം, ഫ്യൂച്ചർ എക്സ്പാൻഷൻ, ഭാവിയിലേക്ക് നമുക്ക് വിപുലീകരണങ്ങൾ നടത്താൻ സാധിക്കുന്നവയായിരിക്കണം. അതുപോലെ തന്നെ അസസ് ഓഫ് പോപ്പുലേഷൻ, പോപ്പുലേഷന് എളുപ്പത്തിൽ അല്ലെ, ജനങ്ങൾക്ക് എളുപ്പത്തിൽ അത് എത്താൻ പറ്റുന്ന ഇടമായിരിക്കണം അല്ലെ. അല്ലാതെ ഒരുപാടുള്ള ഏരിയയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുവച്ചാൽ നമുക്ക് എല്ലാവർക്കും ചിലപ്പോൾ എത്തിപ്പെടാൻ സാധിക്കാത്ത ഇടങ്ങളിലേക്ക് കൊണ്ടുവച്ചാൽ അത് കാര്യമില്ല അല്ലെ.
എപ്പോഴും നമ്മൾ ഈ ഒരു ഹോസ്പിറ്റൽ പണിയുമ്പോൾ അത് എല്ലാ വ്യക്തികൾക്കും എല്ലാ ജനങ്ങൾക്കും എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റുന്ന ഇങ്ങനെ കണ്ടെത്താൻ പറ്റുന്ന സ്ഥലമായിരിക്കണം. അതുപോലെ തന്നെ ഭാവിയിലേക്ക് ഫ്യൂച്ചർ എക്സ്പാൻഷൻസിന് വേണ്ടിയിട്ട് നമുക്ക് പറ്റുന്ന ഒരു ഇടം കൂടിയായിരിക്കണം. അങ്ങനെയുള്ള ഒരു ലാർജ് സൈറ്റ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത്. തേർഡ് വൺ പറഞ്ഞത് എന്താണ്? ഒരു ക്ലിയർ പാറ്റേൺ, ഒരു വ്യക്തമായിട്ടുള്ള ഒരു പാറ്റേൺ. എന്തിനു വേണ്ടിയിട്ടാണ്? ഹോസ്പിറ്റലിൽ വരുന്ന സ്റ്റാഫുകളായിക്കോട്ടെ, അവിടുത്തെ പേഷ്യൻസ് ആയിക്കോട്ടെ, വരുന്ന വിസിറ്റേഴ്സിനായിക്കോട്ടെ, അതുപോലെ തന്നെ വരുന്ന സാധനങ്ങളുടെ സുഗമമായിട്ടുള്ള ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തമായൊരു പാറ്റേൺ നമ്മൾ എന്ത് ചെയ്യണം? കണ്ടെത്തണം. അപ്പൊ അത് ഏതൊക്കെ വഴിയിലൂടെ നമുക്ക് സഞ്ചരിക്കാം. അപ്പൊ ഓരോരുത്തർക്കും ഡിഫറെന്റ് ആയിട്ടുള്ള എൻട്രി ആൻഡ് എക്സിറ്റ് പോയിന്റുകൾ വേണം എന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തമായ ഒരു പാറ്റേൺ എന്ത് ചെയ്യണം? ഐഡന്റിഫൈ ചെയ്യണം. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അറ്റൻഷൻ അല്ലെങ്കിൽ ശ്രദ്ധ കൊടുക്കേണ്ട കാര്യമാണ് ഒരു ഹോസ്പിറ്റൽ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ഇൻഫെക്ഷൻ കൺട്രോൾ, അതുപോലെ തന്നെ ഡിസാസ്റ്റർ പ്ലാനിങ്. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധ കൊടുക്കേണ്ട രണ്ട് മേജർ കോൺസെപ്റ്റുകളാണ്. അതുപോലെ തന്നെ ഫിഫ്ത് പോയിന്റിൽ പറയുന്നത് ഒരു ആർക്കിടെക്ചറൽ ഡിസൈൻ രൂപകൽപ്പന ചെയ്യുമ്പോൾ അവിടെ എപ്പോഴും ഒരു ഹോസ്പിറ്റലിൽ ഒരു ഫ്ലെക്സിബിലിറ്റി, ഒരു വഴക്കമുണ്ടായിരിക്കണം. നമുക്ക് റൂമുകളൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കഴിവുണ്ടാവണം. അതിലൂടെ അവിടുത്തെ ഓരോ ജീവനക്കാരെയും നമുക്ക് മാക്സിമം എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ വിനിയോഗപ്പെടുത്താനും കഴിയണം. വേഗം ഒന്ന് വായിച്ചു നോക്കി. സൗണ്ട് ആർക്കിടെക്ചറൽ പ്ലാൻ. ക്ലിയർ ആണോ? വായിച്ചു കഴിഞ്ഞോ? Okay. Then next one, medical technology and planning. മെഡിക്കൽ ടെക്നോളജീസ്, നമ്മുടെ സാങ്കേതിക വിദ്യകൾ മുതലായിട്ടുള്ള കാര്യങ്ങളുടെ അഡ്വാൻസ്ഡ് ടെക്നോളജീസും കാര്യങ്ങളൊക്കെ മെഡിക്കൽ ഫീൽഡിൽ വരുന്നുണ്ട് അല്ലെ. അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. Developments in medical technology are taking place so rapidly that now the use of sophisticated technology determines professional status. എപ്പോഴും മെഡിക്കൽ ടെക്നോളജി, ഇപ്പൊ നമ്മുടെ ഹോസ്പിറ്റൽ മേഖലയിൽ ഡെവലപ്മെന്റ്സ് അല്ലെങ്കിൽ വികസനം എന്ന് പറയുന്നത് വളരെ വേഗത്തിൽ നടക്കുന്നത് അല്ലെ. ഡെവലപ്മെന്റ്സ് വളരെ സോ റാപ്പിഡ്ലി, വളരെ വേഗത്തിൽ നടക്കുന്നുണ്ട്. So and now the use of sophisticated technology determines professional status. ഒരു ഹോസ്പിറ്റലിൽ നിങ്ങൾ എടുത്തു നോക്കിയേ, അവിടെ പുതിയ പുതിയ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ കൊണ്ടുവരികയാണെങ്കിൽ അതിലൂടെയാണ് ഒരു ഹോസ്പിറ്റലിന്റെ പ്രൊഫഷണൽ സ്റ്റാറ്റസിനെ നിർണ്ണയിക്കുന്നത്. ശരിയല്ലേ? ഒരു ഹോസ്പിറ്റലിന് ഒരു പ്രൊഫഷണൽ സ്റ്റാറ്റസ് കൊടുക്കുന്നത് ഇപ്പൊ എന്താണ്? അവിടുത്തെ സാങ്കേതിക വിദ്യകളുടെ അടിസ്ഥാനത്തിലാണ്. ശരിയല്ലേ? ഒരു പഴയ ടെക്നോളജീസും കാര്യങ്ങളും കൊണ്ടുവരുന്ന ഒരു ഹോസ്പിറ്റലിലും അതുപോലെ തന്നെ മോഡേൺ ആയിട്ടുള്ള അത്യാധുനികമായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ കൊണ്ടുവരുന്ന ഒരു സ്ഥാപനവും തമ്മിലോ ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ പ്രൊഫഷണൽ സ്റ്റാറ്റസ് അല്ലെങ്കിൽ പ്രൊഫഷണൽ പദവി നമുക്ക് ആർക്ക് കൊടുക്കുന്നത് ആർക്കാ? എല്ലാ ടെക്നോളജീസും പുതിയ പുതിയ എല്ലാ ടെക്നോളജീസും ഉൾപ്പെടുത്തിയ ഹോസ്പിറ്റലിലാണ്. ശരിയല്ലേ? ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ അതിന്റെ ആ ഒരു പ്രൊഫഷണൽ സ്റ്റാറ്റസ് അല്ലെങ്കിൽ ആ ഒരു അന്തസ് അല്ലെങ്കിൽ ആ ഒരു പദവിയിലേക്ക് എത്തിക്കുന്നത് അവിടെ ഉപയോഗിക്കുന്ന
ഇങ്ങനെ മാറ്റങ്ങൾ ഒരുപാട് ഡെവലപ്മെന്റ്സ് വികസനം വന്നിരുന്ന ഒരു മേഖലയാണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അപ്പൊ ആ മേഖലയില് പുതിയ പുതിയ മോഡേൺ ആയിട്ടുള്ള ടെക്നോളജീസ് കൊണ്ടുവരുന്ന സ്ഥാപനങ്ങൾക്കാണ് അവരുടെ ആ സ്ഥാപനങ്ങൾ അങ്ങനെയുള്ള മോഡേൺ ടെക്നോളജീസ് കൊണ്ടുവരുമ്പോൾ അവരുടെ പ്രൊഫഷണൽ സ്റ്റാറ്റസ് അല്ലെങ്കിൽ ആ ഒരു പ്രൊഫഷണൽ പദവിയെ അത് നിർണ്ണയിക്കുന്നു. ആൻഡ് ദ ഡിഫ്യൂഷൻ ഓഫ് മെഡിക്കൽ ടെക്നോളജീസ് ഡിസ് ഷോർട്ടേജ് ഓഫ് റിസോഴ്സസ് കോൺസ്റ്റന്റ്ലി പ്ലേസ് ഓൺ ദ മൈൻഡ് ഓഫ് ദ പ്ലാനേഴ്സ്. അപ്പൊ എപ്പോഴും ഒരു ഹോസ്പിറ്റൽ പ്ലാൻ ചെയ്യുമ്പോൾ എപ്പോഴും ആ ഹോസ്പിറ്റൽ പ്ലാനേഴ്സിന്റെ മൈൻഡിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും? ഇങ്ങനെയുള്ള പുതിയ സാങ്കേതിക വിദ്യകൾ കൊണ്ടുവരണം. എന്നാൽ നേരെ തിരിച്ച് അവരുടെ മൈൻഡിലുള്ള ഒരു കാര്യമാണ് ഷോർട്ടേജ് ഓഫ് റിസോഴ്സ്. പുതിയ സാങ്കേതിക വിദ്യകൾ കൊടുക്കുമ്പോൾ അതിനനുസരിച്ചുള്ള വിഭവങ്ങൾ ആ ഹോസ്പിറ്റലിൽ വേണം അല്ലെ? കോൺസ്റ്റന്റ്ലി ബേസ്ഡ് ഓൺ ദ മൈൻഡ് ഓഫ് ദ പ്ലാനേഴ്സ് എന്നാ പറയുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഭവങ്ങൾ ഇപ്പൊ പണപരമായ ഫിനാൻഷ്യൽ റിസോഴ്സ് വേണം അല്ലെ? അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റാഫുകൾ വേണം, അതിന് വേണ്ടിയിട്ടുള്ള ടൈം ഷെഡ്യൂൾ ചെയ്യണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, അതിനുള്ള മറ്റു ഫെസിലിറ്റീസ് വേണം. അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എപ്പോഴും ഒരു പ്ലാനേഴ്സിന്റെ മൈൻഡിലൂടെ കടന്നു പോകുന്ന കാര്യങ്ങളാണ്. Even in Western countries, rational planning for medical technology is an elusive subject. ഇനി വെസ്റ്റേൺ കൺട്രീസിലാണെങ്കിൽ പോലും ഒരു റാഷണൽ പ്ലാൻ, അതായത് ഒരു യുക്തിസഹമായിട്ടുള്ള ഒരു ആസൂത്രണം ഫോർ മെഡിക്കൽ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട ഒരു യുക്തിസഹമായിട്ടുള്ള ഒരു ആസൂത്രണം എന്ന് പറയുന്നത് ഇപ്പോഴും ഒഴിഞ്ഞു മാറുന്ന ഒരു വിഷയം തന്നെയാണ്. ശരിയായ രീതിയിലുള്ള ഒരു പ്ലാനിങ്ങോ അല്ലെങ്കിൽ ശരിയായ രീതിയിലുള്ള ഒരു ആസൂത്രണമോ നടപ്പിലാക്കലോ ഒന്നും പലപ്പോഴും നടക്കാറില്ല. The workshop on problems of planning of health services in urban areas in Europe felt that rational planning is aided by a hospital hierarchy of specialization and by national review agencies which have strong links with similar agencies in other countries. ഇനി യൂറോപ്പില് നടത്തിയ ഒരു വർക്ക്ഷോപ്പ് ആണ്, അതായത് on problems of planning of health services in urban areas. അർബൻ ഏരിയാസിലെ ഹെൽത്ത് സർവീസുകളുമായി ബന്ധപ്പെട്ട പ്ലാനിങ്ങുകളിൽ അല്ലെങ്കിൽ ആസൂത്രണങ്ങളിലുള്ള പ്രോബ്ലങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങളെ കുറിച്ച് ഒരു വർക്ക്ഷോപ്പ് അല്ലെങ്കിൽ ഒരു ശില്പശാല ഒരു യൂറോപ്പിൽ നടത്തുകയുണ്ട്. അതിന്റെ റിസൾട്ട് ആയിട്ട് അല്ലെങ്കിൽ അതിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചത് റാഷണൽ പ്ലാനിങ് ഇസ് എയ്ഡഡ് ബൈ ഹോസ്പിറ്റൽ ഹൈറാർക്കി ഓഫ് സ്പെഷ്യലൈസേഷൻ. എപ്പോഴും ഒരു ഹോസ്പിറ്റലില് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു യുക്തിസഹമായിട്ടുള്ള ആസൂത്രണം എന്ന് പറഞ്ഞാൽ അത് എന്തിലേക്ക് നയിക്കുന്നു എന്നാ പറയുന്നത്? ഹോസ്പിറ്റൽ ഹൈറാർക്കി ഓഫ് സ്പെഷ്യലൈസേഷൻ. ഒരു സ്പെഷ്യലൈസേഷനുമായി ബന്ധപ്പെട്ട ഒരു ശ്രേണി നമ്മൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് എന്താണെന്ന് ഇങ്ങനെ പറയും. ഇനി വരുന്ന റീജിയണലൈസേഷൻ ഒക്കെ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും കേട്ടോ. ഒരു ശ്രേണി അല്ലെങ്കിൽ ഒരു ഹൈറാർക്കി നമ്മൾ എന്ത് ചെയ്യുക? ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. ബൈ നാഷണൽ റിവ്യൂ ഏജൻസീസ് വിച്ച് ഹാവ് സ്ട്രോങ് ലിങ്ക്സ് വിത്ത് സിമിലർ ഏജൻസീസ് ഇൻ അതർ കൺട്രീസ്. അപ്പൊ നാഷണൽ റിവ്യൂ ഏജൻസീസും അതുപോലെ സിമിലർ ആയിട്ടുള്ള മറ്റ് കൺട്രി ഏജൻസീസും അവരുടെയൊക്കെ നിർദ്ദേശപ്രകാരം ഈ വർക്ക്ഷോപ്പിന്റെ അവസാനം അവർക്ക് മനസ്സിലായ ഒരു കോൺസെപ്റ്റ് ആണ് ഹോസ്പിറ്റലിലെ ഹെൽത്ത് സർവീസുകളുമായി ബന്ധപ്പെട്ട ഒരു പ്ലാനിങ് എന്ന് പറയുമ്പോൾ അത് എന്തിലേക്കാണ്? ഒരു യുക്തിപരമായിട്ടുള്ള ഒരു ആസൂത്രണം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണെന്നുള്ളതാണ് ആ ഒരു ഹോസ്പിറ്റൽ ഹൈറാർക്കി ഓഫ് സ്പെഷ്യലൈസേഷൻ ആണ് അല്ലെ? ഹോസ്പിറ്റലില് നമുക്കറിയാം, അത് സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. നമുക്കൊരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് മുൻപ് നമുക്ക് 3 ഘട്ടങ്ങളായിട്ട് ഒരു ഹോസ്പിറ്റലിനെ തിരിക്കാം അല്ലെ? ലെവൽസ് ഓഫ് കെയറിനനുസരിച്ച് നമ്മൾ എങ്ങനെ തിരിക്കാം? ഒരു ഹോസ്പിറ്റൽസിലെ ലെവൽസ് ഓഫ് കെയർ അനുസരിച്ച് എങ്ങനെയാ തിരിക്കുന്നത്? പ്രൈമറി, സെക്കൻഡറി, ടെർഷറി. ശരിയല്ലേ? ആണോ? പഠിച്ചിട്ടില്ലേ? ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽ പഠിച്ചതല്ലേ? പ്രൈമറി, സെക്കൻഡറി, ടെർഷറി. അങ്ങനെ നമുക്ക് അപ്പൊ പ്രൈമറിയിൽ എങ്ങനെയാ കൊടുക്കുന്നത്? ബേസിക് ആയിട്ടുള്ള ലൈഫ് സപ്പോർട്ട് സർവീസുകൾ മാത്രമേ ഉള്ളൂ. ശരിയല്ലേ? ഒരു കൺസൾട്ടേഷൻ ബേസിസിൽ ബേസിക് ആയിട്ടുള്ള സർവീസുകൾ കൊടുക്കുള്ളൂ. അത് കഴിഞ്ഞ് സെക്കൻഡറിയിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ്? ഒരു ഹൈറാർക്കിയാണ്, അവിടെ ഒരു ശ്രേണിയാണ്. സർവീസുകളുമായി ബന്ധപ്പെട്ട് സ്പെഷ്യലൈസേഷനുമായി ബന്ധപ്പെട്ട ശ്രേണിയാണ് അവിടെ ഉണ്ടാകുന്നത്. രണ്ടാമത് സെക്കൻഡറിയിലേക്ക് വരുമ്പോൾ പ്രൈമറിയിൽ നിന്ന് കുറച്ചും കൂടി മികച്ചതായിട്ടുള്ള അല്ലെ, കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകളും സർവീസുകളും കെയറുകളും ഒക്കെ സെക്കൻഡറിയിൽ കിട്ടുന്നുണ്ട്. ശരിയല്ലേ? അല്ലെ? പഠിച്ച കാര്യങ്ങളാണല്ലോ ഇതൊക്കെ. അതിനുശേഷം ടെർഷറിയിലേക്ക് വരുമ്പോഴോ നമുക്ക് മികച്ച രീതിയിലുള്ള കെയറും കാര്യങ്ങളും അല്ലെ, കുറച്ചും കൂടി സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സർവീസുകൾ ഉണ്ടാവും, അതിനനുസരിച്ച് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ടാവും. നമുക്ക് മികച്ച രീതിയിലുള്ള എല്ലാ ട്രീറ്റ്മെന്റുകളും കെയറുകളും ടെർഷറിയിൽ നിന്ന് കിട്ടുന്നുണ്ട്.
ആണല്ലേ? ഇപ്പൊ ഇവിടെ ഒരു ഹൈറാർക്കി ഓഫ് എന്താണ് സ്പെഷ്യലൈസേഷൻ നമുക്ക് കാണാൻ പറ്റും അല്ലെ? ശ്രേണി നമുക്ക് ആദ്യം തുടങ്ങി ചെറിയ രീതിയിൽ ബേസിക് ആയിട്ടുള്ളത് തുടങ്ങി കുറച്ചും കൂടി ഉയർന്ന രീതിയിൽ പോയി ലാസ്റ്റിലേക്ക് എത്തുമ്പോൾ എന്താണ് ഒരു മെഡിക്കൽ കോളേജ് ലെവലിലേക്ക് എത്തുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടുന്നുണ്ട്? ഉയർന്ന രീതിയിലുള്ള സ്പെഷ്യലൈസ്ഡ് സർവീസ് കിട്ടുന്നുണ്ട് അല്ലെ? ഇല്ലേ? ഇത് തന്നെയാണ് ഒരു റാഷണൽ പ്ലാനിങ് അല്ലെങ്കിൽ ഒരു റീജിയണലൈസേഷൻ അല്ലെങ്കിൽ ഒരു പ്രാദേശികവൽക്കരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെയും ആ ഒരു വർക്ക്ഷോപ്പിന്റെ ഫലമായിട്ട് ആ ഒരു ഹോസ്പിറ്റലിലെ ഹെൽത്ത് കെയർ സർവീസുകളുമായി ബന്ധപ്പെട്ട പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കൊരു പരിഹാരം എന്ന് പറയുന്നത് ആ ഹൈറാർക്കി ഓഫ് സ്പെഷ്യലൈസേഷൻ ആണ്. അതിൽ ഇത്രയും നിങ്ങൾ മനസ്സിലാക്കട്ടെ. അതിനുശേഷം റീജിയണലൈസേഷൻ വരുമ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അടുത്തത് പറയുന്നത് സ്പെഷ്യലൈസ്ഡ് കൊറോണറി കെയർ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് ദെയർ വാസ് ഗ്രേറ്റ് ഡിഫിയൻസ് ടു ഫോമർ കൺട്രോൾ ദെയർ. അപ്പൊ അന്നാളില് നമ്മൾ ഈ പറയുന്ന സ്പെഷ്യലൈസേഷൻസോ കാര്യങ്ങളോ ഒന്നും കൂടുതലായിട്ട് സ്പെഷ്യലൈസ്ഡ് കെയറോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അന്ന് ഇത് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു കൊറോണറി കെയർ കൊണ്ടുവന്ന സമയത്ത് ദാറ്റ് എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് ദെയർ വാസ് എ ഗ്രേറ്റ് ഡിഫിയൻസ് ഓഫ് ഫോർമൽ കൺട്രോൾ ദെയർ. അവർ നോർമലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു പരീക്ഷണങ്ങൾക്കൊക്കെ അനുസൃതമായിട്ട് അല്ലെങ്കിൽ ഒരു അവഹേളനം പോലെ അല്ലെങ്കിൽ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് വന്ന ഒരു സ്പെഷ്യലൈസ്ഡ് കെയർ ആയിരുന്നു ഈ കൊറോണറി കെയർ, സ്പെഷ്യലൈസ്ഡ് കൊറോണറി കെയർ എന്ന് പറയുന്നത്. സം സ്റ്റഡീസ് സജസ്റ്റ് ദാറ്റ്. അപ്പൊ ഇതിനെ കുറിച്ചും ഒരുപാട് പേര് കൊറോണറി കെയറിന്റെ എന്താണ് കൊറോണറി കെയർ യൂണിറ്റിനെയാണ് CCU എന്ന് നമ്മൾ ഷോർട്ട് ആക്കി പറഞ്ഞിട്ട് ഷോർട്ട് ഫോംസ് ചോദിക്കാറുണ്ട്. CCU എന്താണ്? കൊറോണറി കെയർ യൂണിറ്റ് ആണ്. അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് എഴുതി വെക്കാം. ചോദിക്കാറുണ്ട് അതിന് എക്സ്പാൻഡ് ഫോം. അപ്പൊ ചില സ്റ്റഡീസ് പറഞ്ഞു, അന്നാളത്തെ ചില പഠനങ്ങളാണ് കേട്ടോ. ഈ CCU അല്ലെങ്കിൽ അഡ്മിഷൻ ടു എ കൊറോണറി കെയർ യൂണിറ്റ് ഈസ് നോ ബെറ്റർ ദാൻ ട്രീറ്റ്മെന്റ് അറ്റ് ഹോം. അന്നാളത്തെ ചില പഠനങ്ങൾ പറഞ്ഞു ഈ ഒരു കൊറോണറി കെയർ അന്ന് അത്രയും നാള് അങ്ങനെ ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സർവീസുകളോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. ഒരു എല്ലായിടത്തും ഒരു ബേസിക് ലെവൽ ഓഫ് അല്ലെങ്കിൽ ഒരേ റേഞ്ചിലുള്ള രീതിയിലായിരുന്നു. അപ്പൊ ഈ പഠനങ്ങളുടെ അടിസ്ഥാനമാക്കി അല്ലെങ്കിൽ ഓരോരുത്തരുടെയും റിവ്യൂസ് അവലോകനങ്ങളുടെ അടിസ്ഥാനമാക്കിയാണ് ഒരു സ്പെഷ്യലൈസ്ഡ് സർവീസുകളുടെ ഒരു ഹൈറാർക്കി അല്ലെങ്കിൽ ഒരു ശ്രേണി ഹോസ്പിറ്റൽ മേഖലയിൽ കൊണ്ടുവരണമെന്ന് പറഞ്ഞത്. അപ്പൊ അക്കാലത്ത് നോർമലായിട്ട് കൊണ്ടുവന്നിരുന്ന സർവീസുകളിൽ നിന്നും ഒന്നുകൂടി വ്യത്യസ്തമായിട്ട് അല്ലെങ്കിൽ അതിനെയൊക്കെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിൽ വന്ന ഒരു സ്പെഷ്യലൈസ്ഡ് കെയർ ആണ് കൊറോണറി കെയർ എന്ന് പറയുന്നത്. ആ കൊറോണറി കെയർ വന്ന സമയത്ത് ഒരുപാട് സ്റ്റഡീസ് നടത്തിയിരുന്നു. അതിൽ ചില പഠനങ്ങൾ പറഞ്ഞു ഈ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഈ കൊറോണറി കെയർ യൂണിറ്റിലേക്കുള്ള അഡ്മിഷൻ എന്ന് പറയുന്നത് ഇസ് നോ ബെറ്റർ ദാൻ എ ട്രീറ്റ്മെന്റ് അറ്റ് ഹോം. ഒരു വീട്ടിലെ ചികിത്സയേക്കാൾ മികച്ചതൊന്നുമല്ല എന്ന് ചില പഠനങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷേ നമ്മുടെ ആ ഒരു അന്നാലത്തെ മറ്റു പഠനങ്ങളെല്ലാം സൂചിപ്പിച്ചത് എന്ത് തന്നെയാണ്? നമുക്കറിയാം എന്തൊരു രോഗത്തിനും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള അതിൻ്റെതായ സ്പെഷ്യലൈസ്ഡ് കെയർ കൊടുക്കുമ്പോഴാണ് പെട്ടെന്ന് ആ രോഗികൾക്ക് ട്രീറ്റ്മെന്റ് കിട്ടുന്നതും ബെറ്റർ ട്രീറ്റ്മെന്റ് കിട്ടുന്നതും ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്നതും അല്ലേ? ശരിയല്ലേ? അതുകൊണ്ടാണല്ലോ നമ്മുടെ നാടുകളിൽ ഇന്ന് ഇപ്പൊ കാണുന്ന രീതിയിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ വരാൻ കാരണം. അക്കാലങ്ങളില് ചില സ്റ്റഡീസ് പറഞ്ഞു ഇതൊരു വീട്ടിൽ കിട്ടുന്ന ചികിത്സയേക്കാൾ മികച്ചതൊന്നുമല്ല എന്ന രീതിയിലായിരുന്നു ചില പഠനങ്ങൾ പറഞ്ഞത്. എന്നാലും പിന്നീടുള്ള പല പഠനങ്ങളിലും അത് തെറ്റായിരുന്നു എന്ന് പ്രൂവ് ചെയ്യുകയും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കെയറുകൾ മികച്ചതാണെന്ന് തെളിയിക്കുകയും ചെയ്തു. So, however, the professional as well as popular view of this unit, അതുകൊണ്ട് തന്നെ പല പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ പോപ്പുലർ ആയിട്ടുള്ള പല രീതിയിലുള്ള കാഴ്ചപ്പാടുകൾ ഈ യൂണിറ്റിനോട് ഉണ്ടാവുകയും is so entrenched that it is often difficult to plan for the proper use of these expensive facilities. അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ഈ അവലോകനങ്ങൾ അല്ലെങ്കിൽ പലരുടെയും കാഴ്ചപ്പാടുകളിലൂടെയൊക്കെ വളരെ മികച്ചതായിട്ട് ഈ ഒരു യൂണിറ്റ് മാറാനും അതൊരു വളരെ സമ്പന്നമാക്കാനും ഈ ഒരു കാഴ്ചപ്പാടിലൂടെ പലരുടെയും സ്റ്റഡീസിലൂടെ ഇത് സാധിച്ചു. എന്നാൽ പോലും ഇങ്ങനെ ഒരു പ്രോപ്പർ ആയിട്ട് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് സർവീസ് അല്ലെങ്കിൽ ഒരു യൂണിറ്റ് നമുക്ക് പ്ലാൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതിനോടുള്ള പ്രോപ്പർ യൂസ് ഓഫ് ദിസ് എക്സ്പെൻസീവ് ഫെസിലിറ്റീസ്, ഈ പറയുന്ന എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫെസിലിറ്റി അല്ലെങ്കിൽ അതിന്റെ ശരിയായ ഉപയോഗം, അത് ആസൂത്രണം ചെയ്യുക, അത് നടപ്പിലാക്കുക എന്ന് പറയുന്നത് കുറച്ച് ചിലവേറിയ കാര്യമാണ് അല്ലെ? സാധാരണ ഒരു ഹോസ്പിറ്റൽ പോലെ നമുക്ക് ബിൽഡ് ചെയ്യാനോ കാര്യങ്ങളോ ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ളതാകുമ്പോൾ പറ്റുമോ?
അതിന് അതിൻ്റെതായിട്ടുള്ള ഉപകരണങ്ങൾ വേണം, അതിൻ്റെതായിട്ടുള്ള മതിയായ സ്റ്റാഫുകൾ വേണം, ഫണ്ടുകൾ വേണം, അല്ലെ? അപ്പൊ ഇത് പ്ലാൻ ചെയ്യാനും അതുപോലെ അത് നടപ്പിലാക്കാനും കൃത്യമായിട്ട് ഫെസിലിറ്റി അല്ലെങ്കിൽ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താനും കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ പോലും പല സ്റ്റഡീസും അല്ലെങ്കിൽ പലരുടെയും കാഴ്ചപ്പാടുകളിൽ ഈ ഒരു സ്പെഷ്യലൈസ്ഡ് ഹൈറാർക്കി എന്ന് പറയുന്നത് കുറച്ചുകൂടി മികച്ചതാവാൻ തുടങ്ങി. ക്ലിയർ ആണോ ഇത്രയും പറഞ്ഞത്? ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ ആണോ? ഒന്ന് വേഗം വായിച്ചു നോക്കിയേ. മെഡിക്കൽ ടെക്നോളജി ആൻഡ് പ്ലാനിങ്. ഇതില് CCയുടെ എക്സ്പാൻഡഡ് ഫോം ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഫസ്റ്റ് പോയിന്റിലെ പ്രൊഫഷണൽ സ്റ്റാറ്റസ് അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. CCയുടെ എക്സ്പാൻഡഡ് ഫോം അറിഞ്ഞില്ലെങ്കിൽ കൊറോണറി കെയർ യൂണിറ്റ് കേട്ടോ. അണ്ടർലൈൻ ചെയ്ത് അല്ലെങ്കിൽ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ. ഓക്കെ, ക്ലിയർ ആണോ? വായിച്ചു കഴിഞ്ഞോ? കംപ്ലീറ്റ് ആയോ? നെക്സ്റ്റ് പാർട്ടിക്ക് പോട്ടെ. നെക്സ്റ്റ് വൺ ആണ് റീജിയണലൈസേഷൻ ഓഫ് ഹോസ്പിറ്റൽ സർവീസ്. എന്ന് വെച്ചാൽ ഹോസ്പിറ്റൽ സേവനങ്ങളുടെ പ്രാദേശികവൽക്കരണം. Hospital and other healthcare institutions have traditionally remained individualistic, independent of each other. നമുക്കറിയാം ഒരു ഹോസ്പിറ്റലുകളായിക്കോട്ടെ മറ്റ് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ സ്ഥാപനങ്ങളായിക്കോട്ടെ എല്ലാം പരമ്പരാഗതമായിട്ട് പരസ്പരം സ്വതന്ത്രമായിട്ട് നിലകൊള്ളുന്ന സ്ഥാപനങ്ങളാണ്, അല്ലെ? And on the contrary, they should be coordinated in order to make up a system of medical and health care which provides services on an area-wise basis. ഒരു പ്രദേശ അല്ലെങ്കിൽ ഒരു ഏരിയ വൈസ് അല്ലെങ്കിൽ ഒരു പ്രാദേശിക അടിസ്ഥാനത്തിൽ നമുക്ക് നല്ല സർവീസുകൾ കൊടുക്കണം, അവിടെ മെഡിക്കൽ ആൻഡ് ഹെൽത്ത് കെയർ കൊടുക്കണം. അങ്ങനെ ഒരു സംവിധാനം കൊണ്ടുവരണമെങ്കിൽ നമുക്ക് നേരെ മറിച്ച് എന്താണ് ഈ പറയുന്ന ഒരു ഹോസ്പിറ്റൽ ആയിക്കോട്ടെ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിക്കോട്ടെ അവയെല്ലാം ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഏകോപിപ്പിച്ചുകൊണ്ടാലേ മാത്രമേ സാധിക്കുള്ളൂ. However, this cannot become possible without active involvement of the government. പക്ഷെ ഇതെങ്ങനെയാണ്? ഒരു ഗവൺമെന്റിന്റെ ആക്റ്റീവ് ഇൻവോൾവ്മെന്റ്, സർക്കാരിന്റെ സജീവമായിട്ടുള്ള ഇടപെടലില്ലാതെ ഇത് സാധ്യവുമല്ല. ഇപ്പൊ എപ്പോഴും ഒരു ഹോസ്പിറ്റൽ ആയിക്കോട്ടെ ഒരു ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ അവയെല്ലാം സ്വതന്ത്രമായിട്ട് പരമ്പരാഗതമായിട്ട് സ്വതന്ത്രമായി നിലകൊള്ളുന്ന സ്ഥാപനങ്ങൾ, അതിനൊന്നും ഇൻഡിപെൻഡന്റ് ആയിട്ടല്ല അവർ വർക്ക് ചെയ്യുന്നത്. എന്നാൽ പോലും ചില സമയങ്ങളിൽ ഇവർ എന്ത് ചെയ്യേണ്ടി വരും? സഹകരിച്ച് പ്രവർത്തിക്കേണ്ടതായിട്ട് വരും. അപ്പൊ ഒരു ഏരിയ വൈസ് ബേസിൽ ഒരു പ്രാദേശിക അടിസ്ഥാനത്തിൽ നമുക്ക് ഒരു സർവീസുകൾ കൊടുക്കണം, മെഡിക്കൽ ആൻഡ് ഹെൽത്ത് കെയർ സംവിധാനങ്ങൾ അവിടെ കൊടുക്കണമെങ്കിൽ നമുക്ക് അത് എന്ത് ചെയ്യണം? ഈ പറയുന്ന ഹോസ്പിറ്റൽ ആയിക്കോട്ടെ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ആയിക്കോട്ടെ ഏകോപിപ്പിച്ചുകൊണ്ട് കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ പ്രവർത്തിക്കണമെങ്കിലും ഒരു ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ സർക്കാരിന്റെ മതിയായ ഇടപെടലുകൾ ഇല്ലാതെ ഇത് സാധ്യവുമല്ല. മതിയായിട്ടുള്ള ഫണ്ടുകൾ കാര്യങ്ങളൊക്കെ കിട്ടുമ്പോഴാണ് ഇവർക്ക് ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാനും ആ ഒരു ഏരിയ വൈസിൽ ആവശ്യമായിട്ടുള്ള മെഡിക്കൽ ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യാനും പറ്റുള്ളൂ. Apart from the USSR, Chile and Great Britain, where complete regionalization of medical care has taken place. USSR, Chile, Great Britain
ഒഴികെ പല തരത്തിലുള്ള പല എന്താണ് കൺട്രീസിലും ഒരു കംപ്ലീറ്റ് റീജിയണലൈസേഷൻ, ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു പ്രാദേശികവൽക്കരണം നടപ്പിലാക്കിയിട്ടുണ്ട്. ഫ്യൂ അതർ കൺട്രീസ്, മറ്റു പല കൺട്രികളിലും റീഓർഗനൈസ് ദ ഹോസ്പിറ്റൽ സിസ്റ്റം അലോങ് ദിസ് ലൈൻ. ഈ ഒരു ഹോസ്പിറ്റൽ സംവിധാനം ഈ ഒരു ലൈനിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു രീതിയിലേക്ക് പുനഃസംഘടിപ്പിച്ചിട്ടുണ്ട്. അണ്ടർസ്റ്റാൻഡിംഗ് ദ കോൺസെപ്റ്റ് ഓഫ് റീജിയണലൈസേഷൻ ഇസ് നെസസറി ബിക്കോസ് regional planning of health facilities and hospitals is something to which the health planners have aspired for many years. അപ്പോൾ ഈ ഒരു റീജിയണലൈസേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് അല്ലെങ്കിൽ അത് എന്താണ് എന്ന് മനസ്സിലാക്കുക, അല്ലെങ്കിൽ ആ ഒരു ആശയം മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യം അല്ലെങ്കിൽ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ബിക്കോസ് റീജിയണൽ പ്ലാനിംഗ് ഓഫ് ഹെൽത്ത് ഫെസിലിറ്റീസ്, ആരോഗ്യ സൗകര്യങ്ങളെ കുറിച്ചുള്ള ഒരു പ്രാദേശിക ആസൂത്രണം, ഹോസ്പിറ്റൽ ഹെൽത്ത് ഫെസിലിറ്റീസിനെ കുറിച്ചും ഹോസ്പിറ്റൽസിനെ കുറിച്ചുള്ള ഒരു റീജിയണൽ പ്ലാനിംഗ്, ആ പ്രാദേശിക ആസൂത്രണം is something to which health planners have aspired for many years. അല്ലെ, ഹെൽത്ത് പ്ലാനേഴ്സ് വർഷങ്ങളായിട്ട്, അല്ലെ, ഒരു ഹെൽത്ത് പ്ലാനേഴ്സ് വർഷങ്ങളായിട്ട് അവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഈ പ്രാദേശികവൽക്കരണം അല്ലെങ്കിൽ റീജിയണലൈസേഷൻ എന്ന് പറയുന്നത്. Though its application, it is thought that construction of new hospital and health centers can be tailored to the requirement of the users, and that the necessary rational distribution of buildings and facilities will be obtained, and enabling health services to be delivered according to a system in which different levels of competency adapted to the needs of the patients can be distinguished. ആ ഒരു പാരഗ്രാഫിൽ പറയുന്നത് എന്താണ് ഈ റീജിയണലൈസേഷൻ, അതുമായി ബന്ധപ്പെട്ട ആ ഒരു ആശയം മനസ്സിലാക്കേണ്ടത് വളരെ അനിവാര്യമാണ് കാര്യമാണ്. ഒരു ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, മറ്റ് ഹെൽത്ത് ഫെസിലിറ്റീസ് ആയിക്കോട്ടെ, ഇതുമായി ബന്ധപ്പെട്ട ആ ഒരു പ്രാദേശിക ആസൂത്രണം എന്ന് പറയുന്നത് ഹെൽത്ത് പ്ലാനേഴ്സ് വർഷങ്ങളായി ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഈ ഒരു റീജിയണലൈസേഷന്റെ ആ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ പ്രായോഗികതയിലൂടെ പുതിയ പുതിയ ഹോസ്പിറ്റൽ നിർമ്മിക്കുമ്പോൾ, അതും അല്ലെങ്കിൽ ഹോസ്പിറ്റലുകളായിക്കോട്ടെ, ഹെൽത്ത് സെന്ററുകളായിക്കോട്ടെ, അത് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഉപഭോക്താക്കളുടെ ആവശ്യകതകൾ എന്താണ്, അതുമായി ബന്ധപ്പെട്ട ഒരു യുക്തിസഹമായിട്ടുള്ള ബിൽഡിങ്ങുകളുടെ വിതരണം, അവിടുത്തെ ഫെസിലിറ്റികൾ എങ്ങനെയായിരിക്കണം, സൗകര്യങ്ങൾ എങ്ങനെയായിരിക്കണം, അവിടുത്തെ ഹെൽത്ത് സർവീസുകൾ എങ്ങനെ വിതരണം ചെയ്യണം, അക്കോർഡിംഗ് ടു എ സിസ്റ്റം ഇൻ വിച്ച് ഡിഫറെന്റ് ലെവൽസ് ഓഫ് കോമ്പിറ്റൻസി. അപ്പൊ എങ്ങനെയുള്ള ഒരു സംവിധാനമാണ് കൊണ്ടുവരേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതായത് വളരെ യുക്തിപരമായിട്ട് ബിൽഡിങ്ങുകൾ കൊടുക്കുക, അവിടുത്തെ യൂസേഴ്സിന് ആവശ്യമായ രീതിയിൽ കൊണ്ടുവരിക, ആവശ്യമായിട്ടുള്ള സർവീസുകൾ ഫെസിലിറ്റീസ് കൊണ്ടുവരിക, നല്ല രീതിയിൽ ആ ഹെൽത്ത് സർവീസുകൾ വിതരണം ചെയ്യുക, അതെല്ലാം ഒരു സംവിധാനത്തെ അടിസ്ഥാനമാക്കി, അതായത് ഡിഫറെന്റ് ലെവൽ ഓഫ് കോമ്പിറ്റൻസി, പല കഴിവുകൾക്കനുസരിച്ച്, അല്ലെ, അഡാപ്റ്റ് ടു ദ നീഡ്സ് ഓഫ് ദ പേഷ്യൻസ്, പേഷ്യൻസിന്റെ ആവശ്യകതകൾക്കനുസരിച്ച് ഡിഫറെന്റ് ലെവൽ ഓഫ് കോമ്പിറ്റൻസി. ഇപ്പൊ നമുക്കറിയാം, ഒരു പ്രൈമറി കെയർ കൊടുക്കുന്ന ഒരു ഹോസ്പിറ്റൽ ആകുമ്പോൾ ആ ഹോസ്പിറ്റലിന്റെ ആ ഒരു ബിൽഡിങ്, അതുമായി ബന്ധപ്പെട്ട ഫെസിലിറ്റികളെല്ലാം ആ ഹോസ്പിറ്റലിൽ നൽകുന്ന കെയറിനനുസൃതമായിട്ടാണ്. ശരിയല്ലേ? ആ ഹോസ്പിറ്റലിൽ നൽകുന്ന കെയറിനനുസൃതമായിട്ടല്ലേ ആ ഹോസ്പിറ്റലിന്റെ ബിൽഡിങ്ങും അതുമായി ബന്ധപ്പെട്ട ഫെസിലിറ്റികളും എല്ലാം ഇരിക്കുന്നത്, അല്ലേ? ആണോ? അതേസമയം നെക്സ്റ്റ് ലെവലിലേക്ക് നമ്മൾ പോകുമ്പോ ആ ഹോസ്പിറ്റലിൽ നൽകുന്ന അവരുടെ കഴിവുകൾ എന്താണ്, എങ്ങനെയുള്ള കെയർ ആണ് കൊടുക്കുന്നത്, അതിനനുസരിച്ചുള്ള ഫെസിലിറ്റിയും അതിനനുസരിച്ചുള്ള ബിൽഡിങ്ങുകളും സ്റ്റാഫുകളും ഒക്കെ ആയിരിക്കും, സർവീസുകളും ഒക്കെ ആയിരിക്കും അവരും കൊടുക്കുക, അല്ലെ? എപ്പോഴും അവരുടെ ലെവൽ ഓഫ് കെയർ എങ്ങനെയാണ്, ആ ലെവൽ ഓഫ് കെയറിനനുസരിച്ച് അവരുടെ കഴിവുകൾ അനുസരിച്ചുള്ള ബിൽഡിങ്ങുകള്, അതിനനുസരിച്ചുള്ള ഫെസിലിറ്റികള്, അതിനനുസരിച്ചായിരിക്കണം സർവീസുകൾ വിതരണം ചെയ്യേണ്ടത്. മനസ്സിലായോ? അങ്ങനെയാണ് ഒരു ഹോസ്പിറ്റൽ പ്ലാൻ ചെയ്യേണ്ടത്, നടപ്പിലാക്കേണ്ടത്. അതിനെയാണ് ശരിക്കും നമ്മൾ റീജിയണലൈസേഷൻ പ്ലാനിങ് അല്ലെങ്കിൽ ഒരു പ്രാദേശിക ആസൂത്രണം എന്ന് പറയുന്നത്. എന്താണ് മെയിൻ ആയിട്ടുള്ളത് നമ്മൾ ഇനി അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും ഭാഗം നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഇവിടെ വരെ ഒന്ന് വായിച്ചിട്ട് വരാം. ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറയുന്നതാണ് കേട്ടോ. അതിനുശേഷം എന്താണ് റീജിയണലൈസേഷൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ഇവിടെ വരെയും ജസ്റ്റ് വായിച്ചിട്ട് വരാം. ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ചോദിക്കാം കേട്ടോ. താങ്ക് യു.